പ്രൊഫസർ സെബാസ്റ്റ്യൻ, മറ്റ് പ്രിയ അധ്യാപക സുഹൃത്തുക്കളെ, MGSനെ സംബന്ധിച്ച വലിയ ഒരു നല്ലൊരു പ്രഭാഷണം പ്രൊഫസർ സെബാസ്റ്റ്യൻ മാഷ് നടത്തിയുണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു തുടർച്ചയായ ഒരു വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോൾ സ്വാഭാവികം ഉണ്ടാകുന്ന മടുപ്പ് ഞാൻ മുന്നിൽ കാണുന്നു. എങ്കിലും ഒരു അനുസ്മരണ പ്രഭാഷണം എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്ര എഴുത്തും അദ്ദേഹത്തെ ഒന്ന് ചരിത്രശാസ്ത്രപരമായി സ്ഥാനപ്പെടുത്താനുള്ളൊരു ശ്രമം മാത്രമാണ് ഇന്ന് നടത്തുന്നത്. കാരണം ഇവിടെ പറഞ്ഞ പോലെ അദ്ദേഹം തന്നെ ഉണ്ടാക്കിയ ഒരു ചരിത്ര വിഭാഗത്തിൽ 1999 മുതൽ 2004 വരെ ഞാൻ വിദ്യാർത്ഥിയായിരുന്നു. അതിനുശേഷം അവിടെ അധ്യാപകനാണ്. അതുകൊണ്ട് തന്നെ സ്ഥാപനത്തിൻ്റെ ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യം നിങ്ങളെപ്പോലെ തന്നെ വളരെ വളരെ പ്രാധാന്യത്തോടെ കാണുന്ന ഒരാളാണ് അതിൻ്റെ ഭാഗം എന്ന നിലയിൽ. അതിനെ മുൻനിർത്തി അദ്ദേഹത്തെ ചരിത്രശാസ്ത്രപരമായി സ്ഥാനപ്പെടുത്താനുള്ള ഒരു ശ്രമം ഞാൻ നടത്താം. ഏതൊരു ചരിത്രകാരനെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ഏതൊരു സാമൂഹ്യശാസ്ത്രജ്ഞനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വൈജ്ഞാനിക പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന കാലഘട്ടവും ആ വൈജ്ഞാനിക മേഖലയിൽ അവർ നൽകുന്ന സംഭാവനയും അക്കാലത്തെ ഒരു ചരിത്രകാരൻ എന്ന നിലയിൽ MGSും അദ്ദേഹത്തിൻ്റെ എഴുത്തും അദ്ദേഹം എഴുതിയ കാലഘട്ടത്തിലെ വിജ്ഞാനവും വിജ്ഞാനത്തിൻ്റെ രാഷ്ട്രീയവും വളരെ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ഇൻ്റലക്ച്വൽ കോൺട്രിബ്യൂഷനെ സ്വാധീനിക്കും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 1970-കളിൽ 80-കളിലൊക്കെ ഉണ്ടായി വന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലുണ്ടായ ചരിത്ര എഴുത്ത് രൂപങ്ങൾ, അതിൻ്റെ ഒരു സ്വഭാവം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ദേശരാഷ്ട്രം, ഒരു ഭരണഘടനാ ജനാധിപത്യം നിലനിൽക്കുന്ന ഫെഡറൽ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭാഷാ സംസ്ഥാനങ്ങൾ നിലനിൽക്കുന്ന ഒരു ഇന്ത്യൻ യൂണിയൻ റിപ്പബ്ലിക്. ആ റിപ്പബ്ലിക്കിൻ്റെ ജനാധിപത്യപരവും അതിൻ്റെ മതനിരപേക്ഷ സ്വഭാവവും മുൻനിർത്തി ആ റിപ്പബ്ലിക്കിൻ്റെ ചരിത്ര ഭൂതകാലത്തെ കണ്ടെടുക്കാനാണ് യഥാർത്ഥത്തിൽ ചരിത്രകാരന്മാർ പൊതുവെ ശ്രമിക്കാറ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചോളം ഇന്ത്യയുടെ ചരിത്ര ഭൂതകാലത്തെ പ്രത്യേകിച്ചൊരു സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ, നമ്മളിപ്പോൾ പോസ്റ്റ് കൊളോണിയൽ കാലഘട്ടം എന്ന് പറയുന്ന കാലഘട്ടത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം രൂപപ്പെടുത്തിക്കൊണ്ടുവന്ന മതനിരപേക്ഷവും ജനാധിപത്യപരവും ഫെഡറൽ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വികസന സങ്കല്പങ്ങളും ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങളും പൗരത്വ സങ്കല്പങ്ങളും അതിനനുസരിച്ചുള്ള ഒരു പാർലമെൻ്ററി ജനാധിപത്യ പ്രക്രിയയൊക്കെ മുൻനിർത്തിക്കൊണ്ട് ചരിത്രത്തെ എഴുതുക, അല്ലെങ്കിൽ ചരിത്രത്തെ നിർമ്മിക്കുക, ചരിത്ര ഭൂതകാലത്തെ ഇന്ത്യയെ സംബന്ധിച്ചോളം കണ്ടെടുക്കുക എന്നുള്ളതാണ് പൊതുവെ ചരിത്രകാരന്മാർ പിന്തുടരുന്ന ഒരു രീതി. അതാണ് ആ ചരിത്രത്തെ സ്വയം സാധൂകരിക്കുന്ന അതിൻ്റെ രാഷ്ട്രീയവും സാമൂഹികവുമായിട്ടുള്ള ഘടകങ്ങൾ. അതാണ് ഇപ്പോൾ MGSനെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ അക്കാലത്ത് ജീവിച്ചിരുന്ന ചരിത്രകാരന്മാർ ഇന്ത്യയിലെ പൊതുവെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയൊരു ഭൂപ്രദേശത്തിൻ്റെ ഒരു ഉപഭൂഖണ്ഡ പ്രദേശത്തിൻ്റെ സാംസ്കാരിക വൈവിധ്യങ്ങളെയും അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള വളരെ വിപുലവും സങ്കീർണവുമായിട്ടുള്ള പ്രക്രിയകളെ കണ്ടെടുക്കുകയും അതിനെ ശാസ്ത്രീയവും മതനിരപേക്ഷവും ആയ ഒരു തലത്തിൽ വിശദീകരിക്കുകയും അതിനൊരു ജ്ഞാനശാസ്ത്രപരമായ ഒരു സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ അടിത്തറയിലുള്ള ഒരു ജ്ഞാനശാസ്ത്രമായി വികസിപ്പിക്കുകയും അതിനനുസൃതമായി ജനങ്ങളുടെ ചരിത്രത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചുമുള്ള ജനങ്ങളുടെ ജീവിതാവബോധങ്ങളെയും അവരുടെ കാഴ്ചപ്പാടുകളെയും വളരെ ജനാധിപത്യപരവും സെക്കുലറായി തന്നെ നിലനിർത്തുക എന്നുള്ളതാണ് ചരിത്രവിജ്ഞാനത്തിൻ്റെയും അത് എഴുതുന്ന ചരിത്രകാരന്മാരുടെയും കാഴ്ചപ്പാടിൻ്റെ ഒരു സ്വഭാവം എന്നുള്ളത്. അപ്പോൾ ആ തലത്തിലാണ് MGSും ചരിത്രത്തെ സമീപിക്കാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ അധ്യാപകനായിട്ടുള്ള നീലകണ്ഠ ശാസ്ത്രിയുടെ സംഭാവനകൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ ചരിത്രത്തിൽ ചോള കാലഘട്ടം, അതുപോലെ തന്നെ ചോള പാണ്ഡ്യ കാലഘട്ടം, ദക്ഷിണേന്ത്യയുടെ ചരിത്രത്തിൽ പ്രത്യേകിച്ച് തമിഴക ഭൂപ്രദേശം, തമിഴ്നാട് അല്ലെങ്കിൽ തമിഴകം എന്ന് പൊതുവെ വിളിക്കുന്ന ഭൂപ്രദേശത്ത്
ഡെക്കാനിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ ഗംഗാ സമതല പ്രദേശങ്ങളും ഡെക്കാനിൽ നിന്നും വ്യത്യസ്തമായി ഒരു സാംസ്കാരികമായ ഒരു വലിയ ഒരു ഭൂപ്രദേശമായി തമിഴക പ്രദേശത്ത് കണ്ടെടുക്കുകയും പ്രാചീന തമിഴകത്തിൽ നിന്നും മധ്യകാല തമിഴ് ഭൂപ്രദേശമായി വികസിച്ചു വരുമ്പോൾ സമൂഹവും സമ്പദ്ക്രമവും സംസ്കാരവും രാഷ്ട്രീയ അധികാര വ്യവസ്ഥകളും ഈ പ്രദേശങ്ങളിൽ ഉണ്ടായി വന്ന പ്രക്രിയ, അതിൽ വടക്കേ ഇന്ത്യയിൽ നിന്ന് വന്ന ഒരുപാട് സാംസ്കാരിക ഘടകങ്ങൾ, അത് സംസ്കൃത ഇതിഹാസ പുരാണങ്ങൾ, അതുപോലെ തന്നെ വടക്കേ ഇന്ത്യയിലും ഗംഗാതടത്തിൽ വികസിച്ചു വന്ന ഒട്ടനവധി സാമൂഹിക രൂപങ്ങൾ എങ്ങനെ ദക്ഷിണ ഇന്ത്യയിൽ പ്രത്യേകിച്ച് തമിഴക പ്രദേശത്തെ സ്വാധീനം ചെലുത്തുകയും ദക്ഷിണേന്ത്യയുടെ തന്നെ നമ്മൾ സാധാരണ തമിഴിനെ അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെട്ടു വന്ന ഒരു നാഗരികത അല്ലെങ്കിൽ സംസ്കാരം, ദ്രാവിഡം എന്നൊക്കെ പറയുന്ന ഇതിനെ രണ്ടും കൂടിച്ചേർന്നുകൊണ്ട് ഒരു തമിഴ് ഐഡൻറ്റിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട് ഒരു തമിഴക ഭൂപ്രദേശത്തുണ്ടായി വന്ന സാമൂഹ്യ സാംസ്കാരിക പരിവർത്തനങ്ങൾ ഒരു ഭരണകൂട സമൂഹത്തിലേക്ക് വികസിക്കുമ്പോൾ, പ്രത്യേകിച്ച് അത് ചോള പാണ്ഡ്യ സമൂഹങ്ങൾ ആയി പല്ലവ കാലഘട്ടവും പാണ്ഡ്യ ചോള സമൂഹമായി വികസിച്ചു വരികയും അത് ചോള കാലഘട്ടത്തിൽ അതിന് ഏറ്റവും ഉദാത്തവും ഉത്തമവുമായിട്ടുള്ള ഒരു വികാസ പരിണാമം അതിൻ്റെ ഒരു പരമോന്നത കൂടിയിലെത്തുകയും ചെയ്യുന്ന ഒരു രീതിയായിട്ടാണ് നീലകണ്ഠ ശാസ്ത്രി അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ചോളന്മാരെക്കുറിച്ചുള്ള പഠനത്തിൽ വിശദീകരിക്കുന്നു. അപ്പോൾ ഇതിന് അക്കാലത്തെ പ്രധാനപ്പെട്ട ഉപദാനമായിരുന്ന ശാസനങ്ങൾ, സാഹിത്യ തെളിവുകൾ, സംഘസാഹിത്യം മുതൽ മധ്യകാല ശാസനങ്ങൾ, മറ്റ് സാഹിത്യ തെളിവുകളെയൊക്കെ അന്നത്തെ പ്രധാനപ്പെട്ട രീതിശാസ്ത്രമായിട്ടുള്ള ഒരു പോസിറ്റിവിസ്റ്റ് എംപെരിക്കൽ രീതിയിൽ വിശകലനം ചെയ്തുകൊണ്ട് ഈ ഭൂപ്രദേശത്തിൻ്റെ ചരിത്രത്തെ വീണ്ടെടുക്കുകയാണ് യഥാർത്ഥത്തിൽ നീലകണ്ഠ ശാസ്ത്രി ചെയ്തത്. ഈ ഒരു ട്രെയിനിങ്ങാണ്, അക്കാദമികമായ ട്രെയിനിങ്ങാണ് MGSന് കിട്ടിയതെന്നുള്ളതാണ്. അപ്പോൾ MGS ചെയ്യാൻ ശ്രമിച്ചൊരു കാര്യം, നമ്മുടെ ഇന്ത്യയുടെ ഈ മതേതര ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ ഒരു ദേശരാഷ്ട്രത്തിൻ്റെ മുഖ്യമായിട്ടുള്ള മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ചരിത്രകാരന്മാർ രൂപപ്പെടുത്തിക്കൊണ്ടുവന്ന ചരിത്രശാസ്ത്രത്തിൻ്റെ പ്രധാനപ്പെട്ട സങ്കേതങ്ങളെ പിന്തുടർന്നുകൊണ്ട് തന്നെ തമിഴക പ്രദേശത്തിൽ നിന്നും വ്യത്യസ്തമായി കേരളം എന്ന് പറയുന്ന ഒരു ഭാഷാ സാംസ്കാരിക സ്വത്വമുള്ള ഒരു ഭൂപ്രദേശത്ത് മലയാളികൾ താമസിക്കുന്ന, മലയാളം സംസാരിക്കുന്ന, എന്നാൽ തമിഴകത്തിൽ നിന്നും വ്യത്യസ്തമായി തമിഴിൽ നിന്നും വേറിട്ടുകൊണ്ട് കേരളത്തിന് ഒരു സാംസ്കാരികവും ചരിത്രപരവുമായിട്ടുള്ള സ്വത്വം എങ്ങനെ രൂപപ്പെട്ടു വന്നു എന്നുള്ളതാണ് അന്വേഷിക്കാൻ ശ്രമിച്ചിരുന്നത്. അതായത് തമിഴിൽ നിന്നും കേരളം അതിൻ്റെ ചരിത്രപരവും സാംസ്കാരികവും ഭാഷാപരവുമായിട്ടുള്ള ഐഡൻറ്റിറ്റി എങ്ങനെയാണ് നേടിയത്. മലയാള ഭാഷ രൂപപ്പെട്ടു വരുന്നൊരു ഘട്ടം തമിഴിൽ നിന്നും രൂപപ്പെട്ടു വരികയും തമിഴിൽ നിന്ന് രൂപപ്പെട്ടു വരികയും വ്യത്യസ്തമായി മലയാളം എന്ന് പറയുന്നൊരു ഭാഷ ഉണ്ടായി വരും. അത് സംസാരിക്കുന്ന ഒരു ഭൂപ്രദേശത്തിലെ ജനങ്ങൾ അവരെങ്ങനെയാണ് ഒരു ഭാഷാ സാംസ്കാരിക സ്വത്വമുള്ള മലയാളി എന്ന് പറയുന്ന ഒരു ഐഡൻറ്റിറ്റി അവർക്കുണ്ടായി വന്നത്. അത് ഏതൊക്കെ രീതിയിലുള്ള സാംസ്കാരിക ചരിത്ര പരിവർത്തനങ്ങളിലൂടെയാണ് ഈ ഭൂപ്രദേശത്ത് സാമൂഹ്യവും സാംസ്കാരികവും രാഷ്ട്രീയപരവുമായിട്ടുള്ള സ്ഥാപന രൂപങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചേഴ്സ്, കൾച്ചറലായിട്ടുള്ള രൂപങ്ങൾ, ഇതിനൊക്കെ രൂപപ്പെട്ടു വന്നത് എങ്ങനെയാണെന്ന് വിശകലനം ചെയ്യാൻ ശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ MGS ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിന് മുന്നേ തന്നെ അതിൻ്റെ ശ്രമങ്ങൾ നടത്തിയത് പ്രൊഫസർ എളംകുളം കുഞ്ഞമ്പിള്ളയാണ്. കാരണം മലയാളി എന്ന് പറയുന്ന ഒരു സമൂഹം എങ്ങനെ ഇവിടെ ഉണ്ടായി വന്നുവെന്നും അത് പ്രാചീന തമിഴകത്തിൻ്റെ ഭാഗമായിരുന്ന കേരളത്തിലെ അക്കാലത്തെ അന്ന് കേരളം എന്ന് വിളിച്ചില്ലെങ്കിൽ പോലും ഈ ഭൂപ്രദേശത്ത് സംഘകാല സമൂഹം തമിഴകത്തിൻ്റെ ഭാഗമായിരുന്ന സമൂഹത്തിൽ നിന്ന് എങ്ങനെയാണ് ഒരു 9-ാം നൂറ്റാണ്ടോടു കൂടി കേരളത്തിൽ ഒരു ഭരണകൂട സമൂഹം ഉണ്ടാകുന്നത്. അതിനെ ഇളംകുളം അക്കാലത്ത് ലഭ്യമായിട്ടുള്ള ശാസന തെളിവുകളെ ആധാരമാക്കി പഠിക്കുകയും അദ്ദേഹം സമൂഹത്തിനെയും സമ്പദ്ക്രമത്തെയും സാംസ്കാരിക രൂപങ്ങളെയും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ ഈ കാലത്തുണ്ടായി വന്ന ഒരു ഭരണകൂടത്തിന് അതിനെ നമ്മൾ സാധാരണ പറയുമ്പോൾ പെരുമാൾ കാലഘട്ടമെന്നും കുലശേഖര കാലഘട്ടമെന്നും വിളിക്കുകയും
അത് രൂപപ്പെട്ടു വന്നൊരു പ്രക്രിയയും അക്കാലത്തുണ്ടായി വന്ന സാമൂഹ്യ സാമ്പത്തിക ക്രമങ്ങളെ വിശദീകരിക്കുകയും പ്രത്യേകിച്ച് സമ്പദ്ക്രമത്തെ, സാമൂഹ്യ രൂപങ്ങളെ, സാംസ്കാരികമായ വിഷയങ്ങളെയൊക്കെ ഇളംകുളം വിശദീകരിക്കുകയും ആ ഭരണകൂട സമൂഹത്തിന് അദ്ദേഹം ഒരു എംപയർ, ചേര എംപയർ എന്ന് അദ്ദേഹം വിളിക്കുകയും ചെയ്തു. ഇതേ ശാസനങ്ങൾ തന്നെ ഇളംകുളം വായിക്കുകയും ഇളംകുളം തന്നെ പലതും കണ്ടെത്തുകയും വ്യാഖ്യാനിക്കുകയും ചെയ്ത ഇതേ ശാസനങ്ങളെ തന്നെ MGS വായിക്കുകയും പുതിയതായി ചില ശാസനങ്ങൾ അദ്ദേഹം തന്നെ സ്വയം കണ്ടെത്തുകയും ചെയ്തു. അപ്പോൾ നിലവിൽ ലഭ്യമായ ശാസനങ്ങളെ പുനർവ്യാഖ്യാനിക്കുകയും അദ്ദേഹം തന്നെ പുതിയ ശാസനങ്ങളെ പലതും MGS കണ്ടെത്തുകയും അതിനെ പുനർവ്യാഖ്യാനിക്കുകയും ചെയ്തുകൊണ്ട് ചേര ഭരണകൂടത്തെ, പെരുമാൾ എന്ന് പറയുന്ന കാലഘട്ടത്തെ, അല്ലെങ്കിൽ കുലശേഖരന്മാരുടെ ഭരണകാലഘട്ടത്തെ, പ്രത്യേകിച്ച് കുലശേഖര രാജാക്കന്മാർ 800 മുതൽ 1124 വരെയുള്ള കുലശേഖര രാജാക്കന്മാരുടെ, പെരുമാക്കന്മാരുടെ കാലഗണനയെ കൃത്യപ്പെടുത്തുകയും ആ ഭരണകൂട സമൂഹത്തിന് എംപയർ എന്ന് ആദ്യം അദ്ദേഹത്തിൻ്റെ അന്ന് PhD തീസിസിൻ്റെ ടൈറ്റിൽ എംപയർ എന്ന് പറയും. പക്ഷെ പിന്നെ അദ്ദേഹം ഇതൊരു മൊണാർക്കിക്കൽ സ്റ്റേറ്റാണ്, ഒരു രാജാധിപത്യ ഭരണകൂടമാണ് എന്ന് സ്ഥാപിക്കുകയും ആ രാജാധിപത്യ ഭരണകൂടം ഒരു കേന്ദ്രീകൃത സ്വഭാവമുള്ളൊരു ഭരണകൂട സമൂഹമാണെന്നും ഒരു സ്വാഭാവികമായൊരു ഭരണകൂടത്തിന് അതിൻ്റെ അപ്പാരറ്റസ് ഉണ്ടല്ലോ, അതിന് ഒരു ഭൂപ്രദേശമുണ്ട്, അതൊരു ഭരണ ഡൈനസ്റ്റി ഉണ്ട്. ചേരന്മാരെന്ന് വിളിക്കുന്ന കുലശേഖരന്മാരെന്ന സ്ഥാനപ്പേരുള്ള പെരുമാക്കന്മാരെന്ന് പൊതുവെ പറയുന്ന രാജാക്കന്മാരുടെ ഒരു ലീനേജ്, ഒരു വംശാവലി ക്രമമുണ്ട്. ആ വംശാവലി ക്രമത്തെ കൃത്യമായ രീതിയിൽ ശാസന തെളിവുകളുടെയും മറ്റ് സാഹിത്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ അതിനെ ക്രോണോളജിക്കലായി കൃത്യപ്പെടുത്തുകയും ആ ഭരണകൂട സമൂഹത്തിന്, ചേര സ്റ്റേറ്റ് എന്ന് അധികം പറയുന്ന സമൂഹത്തിൻ്റെ അതിൻ്റെ പാരറ്റസ്, അതിൻ്റെ ടാക്സ് കളക്ഷൻ മെഷീനറി, അതിൻ്റെ പട്ടാളം, പോലീസ്, അതിൻ്റെ ഭൂപ്രദേശം, അതുപോലെ തന്നെ അതിൻ്റെ അതിൻ്റെ ഗ്രാമസമൂഹം, അതിന് മുകളിൽ ഈ പറയുന്ന ഡിസ്ട്രിക്ട് ലൈക്ക് യൂണിറ്റ് എന്ന് പറയുന്ന നാടുകൾ, അതുള്ള മറ്റ് ഘടകങ്ങൾ, ഭൂമി, സമ്പദ് വ്യവസ്ഥ, ഭൂവുടമ സംവിധാനങ്ങൾ, ക്ഷേത്രങ്ങൾ, ബ്രാഹ്മണർ, അങ്ങനെയുള്ള ക്രമങ്ങളെ എല്ലാം വിശദീകരിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ MGSൻ്റെ തീസിസ്. ആ തീസിസ് എന്ന് പറയുന്നത് വളരെ നമ്മൾ എടുത്ത് വായിക്കുമ്പോൾ ഒരു പോസിറ്റിവിസ്റ്റ് എംപിരിക്കൽ ആയി നമ്മൾ ചരിത്രത്തെ സമീപിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം എങ്ങനെയാണ് ഒരു തീസിസ് എഴുതേണ്ടത് എന്നതിന് ഒരു ഉദാഹരണം, ഏറ്റവും ഉത്തമമായ ഉദാഹരണമായിട്ടൊരു തീസിസാണ് അത്. കാരണം അക്കാലത്തെ അതിൻ്റെ ഉപദാനങ്ങളെ സമീപിക്കുന്ന രീതി, അതിൻ്റെ ശാസനങ്ങളെ വ്യാഖ്യാനിക്കുന്ന രീതി, അതിന് കൃത്യമായ രീതിയിലുള്ള എംപിരിക്കലായിട്ടുള്ള എവിഡൻസിൻ്റെ സപ്പോർട്ട് കൊടുക്കുന്ന രീതി, വ്യാഖ്യാനിക്കുന്ന രീതി വെച്ച് നോക്കുമ്പോൾ വളരെ നല്ല ഒരു തീസിസാണത്. മാതൃകാപരമായ തീസിസാണ് അക്കാലത്തുള്ള രീതിയിൽ. അപ്പോൾ ഈ തീസിസിന് മുന്നിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ തീസിസിന് മുന്നേ MGSൻ്റെ കുറേ വർക്കുകളുണ്ട്. തീസിസിൻ്റെ ഒരു പ്രീ ടെക്സ്റ്റുകൾ എന്ന് പറയാവുന്ന MGSൻ്റെ മൊത്തം വർക്കുകളെ 3 ആയിട്ട് നമുക്ക് വേണമെങ്കിൽ തരംതിരിക്കാം. ഒന്ന് അദ്ദേഹത്തിൻ്റെ തീസിസിന് മുന്നേ ഉള്ള അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ, അത് പ്രത്യേകിച്ച് റീഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന അതിൽ സമാഹരിച്ചിട്ടുണ്ട് ആ ലേഖനങ്ങളെല്ലാം തന്നെ. പിന്നെ കേരള ചരിത്രത്തിൻ്റെ അടിസ്ഥാന ശിലകൾ എന്ന് പറയുന്നത്, പിന്നെ തീസിസിന് ശേഷം വന്ന പഠനങ്ങൾ എന്ന രീതിയിൽ നമുക്ക് MGSൻ്റെ ചരിത്രപരമായിട്ടുള്ള പഠനങ്ങളെ നമുക്ക് ഒരു സൗകര്യാർത്ഥം വേർതിരിക്കുകയാണെങ്കിൽ അങ്ങനെ 3 ഘട്ടങ്ങളായിട്ട് നമുക്ക്, അല്ലെങ്കിൽ 3 രീതിയിൽ നമുക്ക് വേർതിരിക്കാം. ഒന്ന് തീസിസിന് മുന്നേ ഉള്ള അദ്ദേഹത്തിൻ്റെ വർക്കുകൾ, തീസിസിന് ശേഷമുള്ള രീതി. അപ്പോൾ തീസിസിന് മുന്നേ ഉള്ള രീതി എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പുതിയ തമിഴക പ്രദേശം, സൗത്ത് ഇന്ത്യ, അതിൽ പ്രാചീന സമൂഹത്തിൻ്റെ സ്വഭാവം എന്നുള്ളതാണ്. അതായത് ഒരു ഭരണകൂട സമൂഹമായി മാറുന്നതിന് മുമ്പ് നമ്മൾ സാധാരണ പറയാറ് സംഘകാല സമൂഹം എന്ന്, അദ്ദേഹം തന്നെ പറയുന്ന സംഘകാല സമൂഹം. ഇപ്പോൾ ഈ സംഘകാല സമൂഹം എന്ന് പൊതുവെ ചരിത്രശാസ്ത്രത്തിൽ പൊതുവെ അങ്ങനെ കൂടുതൽ വിളിക്കാറില്ല, മറിച്ച് ഏർലി ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയും. ഏർലി ഹിസ്റ്റോറിക്, ചരിത്രകാലഘട്ടത്തിൻ്റെ ആദ്യഘട്ടം. നമ്മൾ മഹാശില സ്മാരകങ്ങൾ ഉള്ള തെളിവുകൾ കൂടുതൽ ലഭ്യമായിട്ടുള്ള ആ കാലഘട്ടം, മഹാശില കാലഘട്ടം എന്ന് പറയുന്ന, അതാണ് ഏർലി ഹിസ്റ്റോറിക് അയൺ ഏജ് സൗത്ത് ഇന്ത്യ എന്നാണ് സാധാരണ പറയുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിലെ സമൂഹ രൂപങ്ങൾ എന്തായിരുന്നു, അവിടുത്തെ ഭരണക്രമങ്ങൾ എന്തായിരുന്നു, അവിടുത്തെ സാമ്പത്തിക ജീവിത രൂപങ്ങൾ എങ്ങനെയായിരുന്നു, മനുഷ്യരുടെ
സാമൂഹ്യ ജീവിത പ്രക്രിയകൾ എങ്ങനെയായിരുന്നു എന്നൊക്കെയാണ് ഇതിൽ അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. അത് ഒരു സെമി ട്രൈബൽ സൊസൈറ്റി ആയിരുന്നു. നമ്മൾ സാധാരണ ഹണ്ടിങ് ഗ്യാതറിങ് സൊസൈറ്റി, ഒരു അഗ്രോ പാസ്റ്ററൽ സൊസൈറ്റി എന്നൊക്കെ പിന്നീട് വന്ന പല ചരിത്രകാരന്മാരും വിളിച്ചിട്ടുണ്ട്. ഒരു അഗ്രോ പാസ്റ്ററൽ സൊസൈറ്റി ആയിരുന്നു, ഒരു ഹെറോയിക് കൾച്ചറാണ്, അല്ല ഹീറോ വർഷിപ്പിംഗ് സൊസൈറ്റി ആയിരുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സമൂഹത്തെ അദ്ദേഹം എൻ്റെ സവിശേഷതകൾ വെട്ടിച്ചുട്ട് തിനകൃഷി നടത്തുന്നു. അതുപോലെ തന്നെ കടൽ മേഖലയിലെ ഉപ്പും കുറുക്കി പിന്നെ മറ്റ് മത്സ്യബന്ധനവും മറ്റു അനുബന്ധ തൊഴിലിൽ ഏർപ്പെടുന്ന ആളുകൾ, ഇടനാട്ടിലാണെങ്കിൽ പിന്നെ നീർനില നെൽകൃഷി പ്രദേശങ്ങൾ കൃഷി വികസിച്ചു വരുന്നു. അങ്ങനെ ഇടയ ഗോത്ര സമൂഹങ്ങളും ഇടയ കർഷകരും ഒക്കെ കൂടി നിൽക്കുന്ന ഒരു സമൂഹം. ഈ ഭാഷയല്ല അദ്ദേഹം ഉപയോഗിക്കുന്നതെന്ന് മാത്രം. അപ്പോൾ അവിടുത്തെ കാർഷിക സമൂഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ ഉയർന്നു വന്ന ഈ ഹീറോയിക് കൾച്ചർ, ഹീറോ വർഷിപ്പുള്ള സമൂഹമാണ്. ഈ ഹീറോ ആരായിരുന്നു, അവരുടെ സ്വഭാവം എന്തായിരുന്നു, അവർ നടത്തുന്ന സാമ്പത്തിക സാമൂഹിക വിനിമയ പ്രക്രിയകൾ എന്തായിരുന്നു, ഇതൊക്കെ വിശദീകരിക്കാനാണ് ശ്രമിക്കുന്നത്. അതിനുശേഷം അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ നിന്ന് ഒരു ഭരണകൂട സമൂഹമായി, ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ഒരു ചേരന്മാരെന്ന് വിളിക്കുന്ന, കുലശേഖരന്മാരെന്ന് വിളിക്കുന്ന, പെരുമാക്കന്മാരെന്ന് പൊതുവെ പറയുന്ന ഒരു സമൂഹത്തിലേക്ക് ഈ സംഘകാല സമൂഹം അല്ലെങ്കിൽ ഒരു ഗോത്ര ബന്ധങ്ങൾ നിലനിന്ന സംഘകാല സമൂഹം അല്ലെങ്കിൽ ഏർലി ഹിസ്റ്റോറിക് അയൺ ഏജ് സൊസൈറ്റി എങ്ങനെ ട്രാൻസ്ഫോം ചെയ്തു. അപ്പോൾ ആ ട്രാൻസ്ഫോം ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്താണ്? പരിവർത്തിക്കപ്പെടുന്ന ഘടകങ്ങൾ. ആ പരിവർത്തിക്കപ്പെടുന്ന ഘടകങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നെങ്കിൽ ഈ വടക്ക് ഡെക്കാനിൽ നിന്നും മറ്റ് വടക്കൻ പ്രദേശങ്ങളിൽ നിന്നും ഇങ്ങോട്ട് തമിഴകത്തേക്കും തുടർന്ന് അതിനോടൊപ്പം തന്നെ കേരളത്തിലേക്കും വന്ന ചില കുടിയേറ്റ സമൂഹങ്ങളുടെ സ്വാധീനമാണ്. അത് ബ്രാഹ്മണരുണ്ട്, അതുപോലെ ബുദ്ധജൈന സംഘങ്ങളുണ്ട്. പിന്നെ ഈ മൗര്യ കാലഘട്ടത്തിൽ തൊട്ടടുത്ത കർണാടക പ്രദേശങ്ങളുടെ തെക്കേ അറ്റം വരെയും ഈ മൗര്യന്മാരുടെ സാന്നിധ്യമുണ്ട്. മൗര്യൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു ഭരണകൂട സമൂഹമാണ്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന കച്ചവടക്കാർ, അഡ്മിനിസ്ട്രേറ്റേഴ്സ്, അങ്ങനെ പല രീതിയിലുള്ള സ്വാധീനവും തമിഴക പ്രദേശം ഉൾപ്പെടെ കേരള സമൂഹം ഉൾപ്പെടെ സമൂഹത്തിലേക്ക് സ്വാധീനം ചെലുത്തുകയും ആ സ്വാധീനത്തിൻ്റെ ഫലമായി കേരളത്തിലെ തദ്ദേശീയ സമൂഹം പരിവർത്തിക്കപ്പെട്ടു. ആ പരിവർത്തനം കൂടുതലും പ്രത്യക്ഷമായത് കൂടുതലും ഇടപെട്ടത് ഇവിടുത്തെ കാർഷിക സമൂഹത്തെ പരിവർത്തിപ്പിക്കുന്ന രീതിയിലായിരുന്നു. കാർഷിക സമൂഹത്തെ പരിവർത്തിപ്പിക്കുന്ന രീതി ഒരു സെറ്റിൽഡ് വെറ്റ്ലാൻഡ് അഗ്രികൾച്ചർ, ഒരു നീർനില നെൽകൃഷി. കേരളത്തെ സംബന്ധിച്ചോളം കേരളത്തിലെ പ്രധാനപ്പെട്ട നദീതടങ്ങളിൽ ബ്രാഹ്മണർ വന്ന് കുടികിടക്കുകയോ അല്ലെങ്കിൽ ബ്രാഹ്മണരുടെ ഒരു സെറ്റിൽമെൻ്റ് ഉണ്ടാവുകയും ആ സെറ്റിൽമെൻറ്റിനെ ചുറ്റിപ്പറ്റിയും അതിൻ്റെ ഭാഗമായി കൃഷിയുടെ വ്യാപനം ഉണ്ടായി വരും. സെറ്റിൽഡ് അഗ്രികൾച്ചർ, വെറ്റ്ലാൻഡ് പാഡി അഗ്രികൾച്ചർ ഉണ്ടാവുകയും അതൊരു സർപ്ലസ്, മിച്ചം ഉണ്ടായി വരികയും ഈ മിച്ചത്തെ നിയന്ത്രിക്കുന്ന സാമൂഹിക ശക്തികളായി 2-3 ഘടകങ്ങൾ ഉയർന്നു. ഒന്ന് ബ്രാഹ്മണ ഗ്രാമങ്ങൾ, 2 ഗ്രാമങ്ങളിൽ തന്നെ രൂപപ്പെട്ടു വന്ന ബ്രാഹ്മണരുടെ അനുഷ്ഠാന കേന്ദ്രങ്ങളായിട്ടുള്ള ബ്രാഹ്മണ ക്ഷേത്രങ്ങൾ, അതുപോലെ തന്നെ ജൈനന്മാരും ബുദ്ധന്മാരും ഉള്ള ബുദ്ധ ജൈന സംഘങ്ങളുടെയും അല്ലെങ്കിൽ ആ വിശ്വാസ സമൂഹങ്ങളുടെയും ഒക്കെ ഇടങ്ങൾ, അവർക്കും സ്വാധീനമുണ്ട്. അതുപോലെ എന്താ തദ്ദേശീയമായിട്ട് ഇവിടെ നിന്ന് ഉള്ള പ്രാദേശികമായി നിലനിന്നിരുന്ന ഗോത്ര സമൂഹങ്ങളിൽ നിന്ന് കുടികളിൽ എന്ന് പറഞ്ഞ ഗോത്ര സമൂഹങ്ങളിൽ ചില ഭൂവുടമകൾ വളർന്നു വരും, തദ്ദേശീയരായ ഭൂവുടമകൾ. ഇതിൻ്റെ ഭാഗമായിട്ടാണ് സമൂഹം പരിവർത്തിക്കപ്പെട്ടത്. ആ പരിവർത്തിക്കപ്പെട്ടതിൻ്റെ ഭാഗമായി സമൂഹത്തിൽ ഒരു സാമൂഹിക ശ്രേണീകരണം സംഭവിക്കുന്നു. സമൂഹത്തിൽ ഭൂവുടമകൾ ഉണ്ടായി വരുന്നു, ഭൂമിയുടെ ആധിപത്യം ഉണ്ടാകുന്നു, കൃഷിയുടെ വളർച്ചയുണ്ടാകുന്നു. ഒരേ സമയം തന്നെ വെറ്റ്ലാൻഡ് പാഡി അഗ്രികൾച്ചർ എന്ന് പറയുന്ന നീർനില നെൽകൃഷിയും ആ നെൽകൃഷിയുടെ മേൽ സാമൂഹികമായ സാംസ്കാരികമായ നിയന്ത്രണം സ്ഥാപിക്കുന്ന ബ്രാഹ്മണ ഗ്രാമങ്ങൾ, അതോടൊപ്പം തന്നെ ഈ നെൽകൃഷി പ്രദേശങ്ങൾക്ക് തൊട്ട് അരികിൽ ചേർന്ന് നിൽക്കുന്ന നമ്മൾ ഇന്ന് പറയുന്ന പറമ്പ് പുരയുടെ ഭൂപ്രദേശങ്ങൾ അല്ലെങ്കിൽ മൾട്ടി ക്രോപ്പ് ഏരിയ എന്ന് പറയും. മൾട്ടി ക്രോപ്പ് എന്ന് പറഞ്ഞാൽ ബഹുവിള കൃഷിയിടങ്ങൾ, അവിടെ വിഭവങ്ങൾ ഉണ്ടായി വരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പരിവർത്തനത്തിൻ്റെ ഭാഗമായി സമൂഹത്തിൽ സമ്പത്തുൽപാദന പ്രക്രിയകൾ സങ്കീർണമാവുകയും ഭൂമിയുടെ ഉടമസ്ഥത ബ്രാഹ്മണരിലും ബ്രാഹ്മണ ക്ഷേത്രങ്ങളിലും ഉണ്ടായി വരികയും ഈ ഭൂപ്രദേശങ്ങളെല്ലാം കാർഷിക ഇടങ്ങളായി പരിവർത്തിക്കപ്പെടുകയും ചെയ്യും. ആ കാർഷിക ഇടങ്ങളായി പരിവർത്തിക്കപ്പെട്ട ഭൂപ്രദേശങ്ങളെല്ലാം നാടുകളായി മാറും. കേരളത്തിൽ 14ഓളം
പ്രധാനപ്പെട്ട നാടുകൾ. ആ നാടുകളെക്കുറിച്ച് MGS പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തീസിസിൽ ഒരു പ്രധാനപ്പെട്ട ചാപ്റ്റർ തന്നെ നാടുകളുടെ രൂപീകരണവും വളർച്ചയുമാണ്. അപ്പോൾ നാടുകൾ ഉണ്ടായി വരുന്നു. ഈ നാടുകളെ നിയന്ത്രിക്കുന്ന നാട്ടുടയവർ എന്ന് പറയുന്ന ഓരോ നാടിൻ്റെ ഭരണാധികാരികൾ എന്ന രീതിയിൽ ഓരോ നാടിൻ്റെ ഉടയവരുണ്ടായി വരും. അപ്പം നാടും നാട്ടുടയവരും ഈ നാട് എന്ന് പറയുന്ന ഒരു വിഭവ പ്രദേശമായി മാറുകയും അവരെ നാടുകളെ നിയന്ത്രിക്കുന്ന ഒരു രാഷ്ട്രീയ ശക്തിയായി നാട്ടുടയവരുടെ കൂടെ നിൽക്കുന്ന ഒട്ടനവധി സംഘങ്ങൾ ഉണ്ടായി വരും. അത് അധികാരി, പ്രകൃതി, നിഴൽ, 100 പേർ, 500 പേർ, 600, 700 പേർ എന്നൊക്കെ പറയാം. 100 പേർ സംഘങ്ങളും ഒക്കെ ഒരു രീതിയിൽ വളർന്നു വരികയും ഈ നാടുകൾക്കുള്ളിൽ തന്നെ ബ്രാഹ്മണ ഗ്രാമങ്ങളും ബ്രാഹ്മണ ക്ഷേത്രങ്ങളും ഒക്കെ വളർന്നു വരുന്ന ഈ ഒരു സങ്കീർണമായ പ്രക്രിയയിലാണ് യഥാർത്ഥത്തിൽ ഈ നാടുകളെയും ഗ്രാമങ്ങളെയും ബ്രാഹ്മണ ക്ഷേത്രങ്ങളെയും എല്ലാത്തിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് എല്ലാം തന്നെ യോജിപ്പിച്ച് നിർത്തുന്ന ഒരു രാഷ്ട്രീയ ഘടകം എന്ന രീതിയിലാണ് ചേര ഭരണകൂടം വളർന്നു വരുന്നത്. ഒരു ഭരണകൂടം വേണമല്ലോ, ഇതിനെല്ലാം ഒന്നിച്ച് നിർത്തി ഒരു ഇൻറ്റഗ്രേറ്റീവായിട്ട് ഇൻടാക്റ്റായിട്ട് നടത്തുന്ന ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചർ എന്ന രീതിയിലാണ് ചേര ഭരണകൂടം അല്ലെങ്കിൽ പെരുമാൾ സ്റ്റേറ്റ്, പെരുമാൾ ഭരണം ഉണ്ടായി വരികയും ആ പെരുമാൾ ഭരണം എങ്ങനെ ഉണ്ടായി എന്നും അതാരാണ് ആരാണത് ആദ്യത്തെ കുലശേഖര പെരുമാൾ ആരാണ് എന്ന രീതിയിൽ അത് പിന്നെ ഒരു ഡിബേറ്റായി മാറും. ഇളംകുളം ഒരു അഭിപ്രായം പറഞ്ഞു, അതിനോട് ചില കാര്യങ്ങൾ വിയോജിപ്പിച്ചുകൊണ്ട് അദ്ദേഹം അതിനെ തിരുത്തുന്നു. അങ്ങനെ രീതിയിൽ ഇപ്പോൾ വാഴപ്പള്ളി കോപ്പർ പ്ലേറ്റിൽ രാജശേഖരൻ എന്ന് പറയുന്ന ആദ്യത്തെ പെരുമാൾ എന്ന് വെച്ചാൽ ശിലാശാസനത്തിൽ, വട്ടെഴുത്ത് ശിലാശാസനത്തിൽ കൃത്യമായി തെളിവുള്ള പെരുമാളാണ് ഈ രാജശേഖരൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവസാനത്തെ പെരുമാൾ മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഈ ചേരാപെരുമാക്കന്മാരുടെ ഒരു ഡൈനസ്റ്റി ആണ് ഈ ഭരണകൂട സമൂഹത്തിൽ പ്രധാനപ്പെട്ട ഒരു രാജാവ് വംശമായി വളർന്നു വന്നതെന്നും അതിൽ ക്രോണോളജിക്കലായി ഓരോ ചേര രാജാക്കന്മാരുടെ പെരുമാക്കന്മാരുടെ പേരും അവരുടെ കാലഗണനയും അടയാളപ്പെടുത്തുകയും അതിന് ശാസന തെളിവുകളും സാഹിത്യ തെളിവുകളോടും കൂടി സ്ഥാപിച്ചുറപ്പിക്കുകയും ചെയ്യുകയും ആ ഭരണകൂടത്തിൻ്റെ സ്വഭാവം എന്തായിരുന്നു എന്നുള്ളതാണ് പിന്നെ ചോദ്യം. ഇളംകുളം നേരത്തെ പറഞ്ഞത് എംപയർ ലൈക്ക്, കാരണം എന്താ, ചോളന്മാരുടെ ഒരു എംപയർ പോലെ തന്നെ ഇത് ചേര എംപയർ എന്ന് പറഞ്ഞു. MGS അത് സ്റ്റാർട്ട് ചെയ്യും. പിന്നീട് അദ്ദേഹം ഈ ശാസന തെളിവുകളെല്ലാം വ്യാഖ്യാനിക്കുകയും ഈ ഭരണകൂട സമൂഹത്തിൻ്റെ സ്വഭാവം അതിന് വിശദീകരിക്കുകയും ചെയ്തപ്പോൾ ഇത് എംപയർ ലൈക്ക് അല്ല, ബട്ട് ഇറ്റ് ഈസ് മോർ ഒരു മൊണാർക്കിക്കൽ സ്റ്റേറ്റാണ്, ഒരു രാജാധിപത്യ സമൂഹമാണ്. അതിനൊരു സെൻട്രലൈസ്ഡായ സ്വഭാവമുണ്ട്, ഒരു കേന്ദ്രീകൃത സ്വഭാവമുണ്ട്. അതിന് കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഭൂപ്രദേശമുണ്ട്, തെക്ക് മുതൽ വടക്ക് വരെ. ആ ശാസന തെളിവുകളോടുകൂടി തന്നെ അദ്ദേഹം പറഞ്ഞു. കാരണം ചേര രാജാക്കന്മാരുടെ ശാസനം കേരളത്തിൻ്റെ തമിഴ്നാട് അതിർത്തി പ്രദേശമായിട്ടുള്ള പ്രദേശം മുതൽ കാസർഗോഡ് പുല്ലൂർ കൊടവലം വരെയുള്ള പ്രദേശങ്ങളിൽ, അതുപോലെ തന്നെ തിരുനെല്ലിയിൽ വരെ ഈ ശാസനം കാണുന്നുണ്ട്, ശാസന തെളിവുകളുണ്ട്. അപ്പോൾ ആ ശാസന തെളിവ് വെച്ചിട്ട് ഈ ചേര ഭരണം തെക്ക് മുതൽ വടക്ക് വരെ നിലനിന്നിട്ടുണ്ട് എന്നുള്ള അദ്ദേഹം സ്ഥാപിക്കുകയും അങ്ങനെ ഒരു കേരളം മുഴുവനും നിലനിന്ന ഒരു ഭരണകൂടമായിരുന്നു, ഒരു ഭരണവ്യവസ്ഥയായിരുന്നു പെരുമാക്കന്മാരുടേതെന്ന് സ്ഥാപിച്ചെടുത്തു. അപ്പോൾ രാജശേഖരൻ മുതൽ രാമവർമ്മ കുലശേഖരൻ വരെയുള്ള ചേര രാജാക്കന്മാരുടെ കാലഗണനയെ കൃത്യപ്പെടുത്തുകയും അത് കേരളത്തിലെമ്പാടും നിലനിന്നിരുന്ന ഒരു ഭരണകൂടമാണെന്നും അത് 800 മുതൽ 1124 വരെ നിലനിന്നിരുന്നുവെന്നും അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. കുഞ്ഞമ്പിള്ളയും ഇത് വന്നും 21ഉം 24ഉം. അപ്പോൾ അങ്ങനെ ഉണ്ടാവുകയും അതൊരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള മൊണാർക്കിക്കൽ സ്റ്റേറ്റ് ആണെന്നും അതിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്പാരറ്റസ്, സൈന്യം, ഭൂപ്രദേശം, നികുതി സംവിധാനം, പോലീസിങ്, പട്ടാളം, മനസ്സിലായോ, ഭൂവുടമാവസ്ഥ, അങ്ങനെ ഇതെല്ലാം അദ്ദേഹം ടാക്സ് സിസ്റ്റം ഉൾപ്പെടെ എല്ലാം തന്നെ ഈ തീസിസിൽ അദ്ദേഹം എലാബറേറ്റായി വിശദീകരിക്കുന്നുണ്ട്, എൻ്റെ എംപിരിക്കലായ തെളിവുകളെല്ലാം വെച്ച് തന്നെ. അപ്പോൾ അങ്ങനെ ഒരു ഭരണകൂട സമൂഹം ഉണ്ടാവുകയും അതിൻ്റെ രൂപീകരണത്തെ സംബന്ധിച്ച് അദ്ദേഹം ചില തീസിസ് അവതരിപ്പിക്കുന്നു. പിന്നീട് അത് ഡിക്ലൈൻ ചെയ്ത് എങ്ങനെയാണ്. അപ്പം ഇളംകുളം പറയുന്നത് 100 വർഷക്കാലം നീണ്ടു നിന്ന ചേര ചോള യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ചേരന്മാർ പരാജയപ്പെടുകയും ചോളന്മാരോട് പരാജയപ്പെട്ടിട്ട് അങ്ങനെ പിന്നെ ചേരന്മാർ തോറ്റുകയും ഭരണകൂടം തന്നെ ഇല്ലാതാവുകയും ആ സമയത്ത് ഈ പറയുന്ന ബ്രാഹ്മണരുടെയും ക്ഷേത്രങ്ങളുടെയും ആധിപത്യം ഉണ്ടാവുകയും രാജാവും ഭരണകൂടം ഇല്ലാണ്ടായില്ലോ, എംപയർ തകർന്നു പോയി യുദ്ധത്തിന് ശേഷം. ഇപ്പം ബ്രാഹ്മണരുടെ ആധിപത്യം ഉണ്ടാവുകയും ബ്രാഹ്മണർ സമൂഹത്തിലും സമ്പദ് വ്യവസ്ഥയിലും രാഷ്ട്രീയക്രമ അധികാരം സ്ഥാപിക്കുകയും അങ്ങനെ ഈ ഭൂപ്രദേശം മുഴുവൻ, ഭൂമി മുഴുവൻ ബ്രാഹ്മണരുടെ നിയന്ത്രണത്തിലാവുകയും അങ്ങനെ ജന്മിത്തം ഉണ്ടായി വരികയും ഒരു ജന്മിത്ത സമൂഹമായി ചേരകാലഘട്ടാനന്തരം മാറുകയാണ് ഉണ്ടായെന്നാണ് ഇളംകുളത്തിൻ്റെ വ്യാഖ്യാനം. അപ്പം അദ്ദേഹം പറഞ്ഞു അത് നൂറ്റാണ്ട് യുദ്ധമല്ല, മറിച്ച് അത് അവസാനത്തെ രാജാവ്
ഈ ബ്രാഹ്മണരോട് വന്ന വിരോധം മൂലം മക്കത്ത് പോയി. അങ്ങനെ സ്വാഭാവികമായി ആ ഭരണകൂടം തന്നെ ഇല്ലാണ്ടായി മാറുന്നു എന്നുള്ള കേരളോൽപ്പത്തി മിത്തിൽ തന്നെയാണ് MGS ഈ ചേര ഭരണകൂടത്തിൻ്റെ പെരുമാൾ സ്റ്റേറ്റിൻ്റെ ഡിക്ലൈനെ ഇത് ചെയ്യുന്നത്. മറ്റൊരു പൊളിറ്റിക്കലായിട്ടുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൽ, യുദ്ധത്തിൽ ആണ് ചേര ഭരണകൂടം അവസാനിക്കുന്നു എന്ന് ഇളംകുളത്തിൻ്റെ വാദത്തിന് പകരമായി മുന്നോട്ട് വയ്ക്കുന്നത്. ആ രണ്ട് ചരിത്രം രണ്ട് നിലപാടാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിനനുബന്ധമായി ചില കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, ഇതിൻ്റെ സമ്പദ്ക്രമത്തെ സംബന്ധിച്ച് ഇളംകുളം നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ ചില വിശകലനം അവതരിപ്പിച്ചിട്ടുണ്ട്. അതായത് ഇളംകുളത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ പഠിച്ചിരിക്കുന്നത് ഈ 800 AD മുതൽ, സംഘകാലം മുതൽ അത് 800 AD വരെ ഉള്ള അദ്ദേഹത്തിൻ്റെ പഠനം. പ്രത്യേകിച്ച് അതിന് കേരളം 5-6 നൂറ്റാണ്ടുകളിൽ നിന്ന്, അതിനു മുമ്പ് സംഘകാലത്തിന് ശേഷം 5-6 നൂറ്റാണ്ടുകൾ തെളിവൊന്നും ഇല്ലാത്തതുകൊണ്ട് കേരളത്തിലെ ഇരുണ്ട കാലഘട്ടം എന്നാണ് പിന്നെ ഇളംകുളം പറയുന്നത്. MGS പിന്നെ അതിന് ഗ്യാപ്പൊന്നും ഫില്ല് ചെയ്തിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും എങ്ങനെയാണ് കേരളത്തിലെ ഭൂടമ വ്യവസ്ഥിതി ബ്രാഹ്മണരുടെയും ക്ഷേത്രങ്ങളുടെയും നിയന്ത്രണത്തിലായത് എങ്ങനെയാണെന്ന് MGS വിശദീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ബ്രഹ്മസ്വം ദേവസ്വം സ്വത്തുടമ രൂപങ്ങൾ വളർന്നു വന്ന രീതി എങ്ങനെയാണ്, അതുപോലെ തന്നെ പെരുമാളിൻ്റെ കീഴിലുള്ള ഭൂപ്രദേശങ്ങൾ. പെരുമാൾ എന്ന് പറയുന്ന പെരുമാളിൻ്റെ ഭൂമിയാണല്ലോ, ടാക്സിയിലെത്തണ്ടേ. പെരുമാളിൻ്റെ കീഴിലുള്ള ഭൂമിയുണ്ട്, റോയൽ അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഭരണകൂടത്തിൻ്റെ നേരിട്ട് നിയന്ത്രണത്തിലുള്ള ഭൂമികൾ എന്ന് പറയുന്നത് ചേരിക്കൽ ഭൂമി എന്ന് പറയുന്നത്. അത് ചേരിക്കൽ ഭൂമി, ബ്രഹ്മസ്വം ദേവസ്വം ബ്രാഹ്മണരുടെയും ക്ഷേത്രങ്ങളുടെയും നിയന്ത്രണത്തിലുള്ള ഭൂമി. അപ്പോൾ ഈ ഭൂമികളെ നിയന്ത്രിക്കുന്ന ഒരു ടെനൂറിയൽ സിസ്റ്റം എങ്ങനെ എന്നുപോലെ രൂപപ്പെട്ടു. ലാൻഡ് റിലേഷൻസ്, ഭൂടമാബന്ധം, അതിന് ഊരാള കാരാള വ്യവസ്ഥ. MGS അത് ഇളംകുളം അതിന് മുന്നേ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. MGSും ഇതിനെ സംബന്ധിച്ച് ചില നിരീക്ഷണങ്ങൾ അതിന് ഊരാളരും കാരാളരും തമ്മിലുള്ള ബന്ധം എന്താണെന്നും, അതിൽ പ്രത്യേകിച്ച് കുടികൾ എന്ന് പറയുന്നത് അതിൽ പണിയെടുക്കുന്ന കർഷകരും മറ്റനുബന്ധ തൊഴിലുകളിൽ ഏർപ്പെടുന്ന കുടിസമൂഹങ്ങൾ, ആ കുടിസമൂഹങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഊരാളർ, ക്ഷേത്രത്തിൻ്റെ ഊരാളരായിട്ടുള്ള ബ്രാഹ്മണർ നിലനിന്നിരുന്നതെന്നും. സംരക്ഷിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണിയെടുക്കണ്ടേ, ക്ഷേത്രത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ഭൂമിയിൽ പണിയെടുക്കണമെങ്കിൽ അവിടെയുള്ള കുടികളെ അവിടെ നിലനിർത്തണം, ഇത് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഊരാളരും കാരാളരെയും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഭൂടമ വ്യവസ്ഥ, ആ വ്യവസ്ഥ പിന്നീട് ജന്മിത്തമായി വളർന്നു വന്നു. EMSനെ പോലെയുള്ള ആളുകൾ അതിനെ പിന്നീട് ജാതി ജന്മി നാടുവാഴിത്തം എന്ന് പിന്നീട് ചേര കാലഘട്ടാനന്തരമായിട്ടുള്ള ഈ വ്യവസ്ഥയ്ക്ക് പേരിട്ട് വിളിച്ചിട്ടുണ്ട്. പക്ഷേ MGS അതിനെ അങ്ങനെ വിളിക്കുന്നില്ല, ആ ഒരു ഫേസിനെ അങ്ങനെ വിളിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ചേര ഭരണകൂടത്തെ, പെരുമാൾ സ്റ്റേറ്റിനെ ഒരു സെൻട്രലൈസ്ഡ് മൊണാർക്കിക്കൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് സ്ഥാപിച്ചെടുക്കാനാണ് MGSൻ്റെ തീസിസിൽ അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. പിന്നീട് അദ്ദേഹം തീസിസ് റിവൈസ് ചെയ്തിട്ടുണ്ട് പിന്നീട് ഒരു ഘട്ടത്തിൽ. അപ്പോൾ ആ റിവൈസ് ചെയ്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിനൊരു റിച്വൽ മൊണാർക്കി എന്നാണ് പറയുന്നത്. ഈ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള മൊണാർക്കിക്കൽ സ്റ്റേറ്റ് അല്ല ഇത്. അതുപോലെ തന്നെ ഇത് രാജാവിന് ഈ പറയുന്ന രീതിയിലുള്ള ഓവർആർച്ചിങ് ആയിട്ടുള്ള വലിയ അധികാരമൊന്നുമില്ല. രാജാവ് അവിടെ ഉണ്ട്, ഒരു റിച്വൽ മൊണാർക്കിയായ രാജാവിനെ നാട്ടുടേവരും ബ്രാഹ്മണരും ഒക്കെ അംഗീകരിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. റിച്വലായിട്ട് രാജാവിനെ അംഗീകരിക്കും, ബഹുമാനിക്കുകയും ചെയ്ത സ്ഥാനപ്പെടുത്തി. ബട്ട് റിയൽ ആക്ച്വൽ പവർ വാസ് വെസ്റ്റഡ് വിത്ത് ദി ബ്രാഹ്മിൺ ഒളിഗാർക്കി ഇൻ ദ ടെമ്പിൾസ്. അതിന് അദ്ദേഹം ഒരു നോഷൻ തന്നെ ഉണ്ടാക്കി, ബ്രാഹ്മിൺ ഒളിഗാർക്കി എന്നുള്ള സങ്കല്പം. അതാരാണ് യഥാർത്ഥത്തിൽ ഈ ചേര കാലഘട്ടത്തിൽ രാഷ്ട്രീയ അധികാരം കൈകാര്യം ചെയ്തിരുന്നത്? രാജാവിനേക്കാൾ ഉപരിയായി രാജാവിനെ നിയന്ത്രിക്കുന്ന 4 തളികൾ എന്ന് പറയുന്നത്. ഈ ചേരന്മാരുടെ തലസ്ഥാനം എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂരാണല്ലോ, അല്ലേ? മുസിരീസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ ആണല്ലോ കൊടുങ്ങല്ലൂർ നിൽക്കുന്ന പ്രദേശമാണ്. അവിടെ ഉള്ള പ്രധാനപ്പെട്ട 4 ബ്രാഹ്മണ ഗ്രാമങ്ങളാണ് 4 തളികൾ എന്ന് പറയുന്നത്. ആ 4 തളികളിലുള്ള ബ്രാഹ്മണ ഊരാളരാണ് യഥാർത്ഥത്തിൽ ഈ രാജാവിനെ തന്നെ നിയന്ത്രിക്കുന്നതെന്നും ഭരണക്രമത്തെ നിശ്ചയിക്കുന്നതെന്നും ഈ ഭൂടമാവസ്ഥയിൽ അധിഷ്ഠിതമായ ഊരാള കാരാള അവസ്ഥയെ നിയന്ത്രിക്കുന്നതെന്നും ഈ ടെനൂറിയൽ സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യുന്നതെന്നും MGS വ്യാഖ്യാനിക്കുണ്ടായി പിന്നീട് ആ തീസിസ്. അതുകൊണ്ടാണ് ഈ റിച്വൽ മൊണാർക്കി ആൻഡ് ബ്രാഹ്മണിക്കൽ ഒളിഗാർക്കി എന്ന് പറയുന്ന സങ്കല്പം റിച്വൽ മൊണാർക്കിയാണ്. അപ്പം നമ്മുടെ ഒരു പ്രധാനപ്പെട്ട സങ്കല്പം എന്ന് പറയുന്നത് മധ്യകാല കേരളം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലെ മധ്യകാല ഭരണകൂടങ്ങളിൽ ഈ ഒളിഗാർക്കിക്കലായിട്ടുള്ള
സമൂഹങ്ങൾ, ഒളിഗാർക്കിക്കലായ സമൂഹങ്ങളുണ്ട്. രാജാവ് അവിടെ നിൽക്കുന്ന പോലും രാജാവിനെ പോലും നിയന്ത്രിക്കുകയും രാജാവ് ഭരിക്കാന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും രാജാവ് അന്വേഷിക്കുന്നില്ല. അപ്പം ഒളിഗാർക്കിക്കളായ ചില ഗ്രൂപ്പുകളാണ്, ഒരു എലീറ്റ് റൂളിംഗ് ഒളിഗാർക്കിയാണ് മധ്യകാല സമൂഹങ്ങളിലെല്ലാം തന്നെ അടിസ്ഥാനപരമായി രാഷ്ട്രീയ അധികാരം നിയന്ത്രിച്ചിരുന്നത്, ഭൂടമാധികാരം നിയന്ത്രിച്ചിരുന്നത്, സാമൂഹ്യ ക്രമങ്ങളെ നിയന്ത്രിച്ചിരുന്നത് ഒരു ഒളിഗാർക്കിക്കൽ ഗ്രൂപ്പുകളാണെന്നുള്ള അസംഷനിലേക്ക് വേണമെങ്കിൽ MGSന്റെ വ്യാഖ്യാനത്തെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഇതൊരു ബ്രാഹ്മണിക്കൽ ഒളിഗാർക്കിയാണ് ഈ സ്റ്റേറ്റിനെ മൊത്തം നിയന്ത്രിച്ചിരുന്നെന്ന് അദ്ദേഹം പറയുക വഴി മധ്യകാലഘട്ടത്തിൽ പിന്നെ ഇതിനെ നിയന്ത്രിച്ചിരുന്നത് ബ്രാഹ്മണരായിരുന്നു. ക്ഷേത്രത്തെ നിയന്ത്രിക്കുന്നു, രാജാവിനെ നിയന്ത്രിക്കുന്നു. ക്ഷേത്രത്തെയും രാജാവിനെയും ക്ഷേത്രത്തിൻ്റെ കീഴിലുള്ള സ്വത്തിനെയും ഈ ബ്രാഹ്മണ ഒളിഗാർക്കി നിയന്ത്രിച്ചാൽ പിന്നെ വേറെ നിയന്ത്രിക്കാൻ വേറെ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാം തന്നെ അങ്ങനെ ഒരു ബ്രാഹ്മണിക്കൽ ഒളിഗാർക്കി നിയന്ത്രിക്കുന്ന ഒരു സമൂഹവും സമ്പദ് വ്യവസ്ഥയും രാഷ്ട്രീയ ക്രമമായിരുന്നു എന്ന് പിന്നീട് അദ്ദേഹം റിവൈസ് ചെയ്യുന്നുണ്ട്. തീസിസിന് അദ്ദേഹം റിവൈസ് ചെയ്യുന്നുണ്ട്. അത് ഒരു ഹിസ്റ്റോറിയൻ എന്ന രീതിയിൽ നമ്മുടെ പല ചരിത്രകാരന്മാരുടെയും ഒരു സങ്കല്പം, ഞങ്ങൾ പിടിച്ച മുയലിന് 4 കൊമ്പുണ്ടെന്ന് പറയുന്ന ചരിത്രകാരന്മാരാണ് പൊതുവേ നമുക്കുള്ളത്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി അദ്ദേഹം കണ്ട കാര്യങ്ങൾ പിന്നീട് റീവിസിറ്റ് ചെയ്യാൻ, അതിനെ സെൽഫ് ക്രിട്ടിക്കലായി കാണുവാനുള്ള ഒരു മെത്തഡോളജിക്കലും ഒരു പെർസ്പെക്റ്റീവലായിട്ടുള്ള ഒരു ഒരു റിച്ച്നെസ്, ഒരു റിഫ്ലെക്സിവിറ്റി അദ്ദേഹം എപ്പോഴും നിലനിർത്തി എന്നുള്ളത് ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിയനെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ ശാസനങ്ങളെ കണ്ടെടുക്കുകയും മധ്യകാല ചേര ശാസനങ്ങൾ എന്ന് പറയുന്ന 150 ശാസനങ്ങളെ അദ്ദേഹം പലതും MGS പിന്നെ സ്വന്തമായി കണ്ടെടുത്ത് വ്യാഖ്യാനിച്ച് ാണ്. അങ്ങനെ 150 ചേര ശാസനങ്ങൾ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ തീസിസിൻ്റെ അപ്പൻഡിക്സായി കൊടുത്തിരിക്കുന്ന 150 ചേര ശാസനങ്ങൾ അത് അദ്ദേഹം വ്യവസ്ഥപ്പെടുത്തി, അത് ക്ലാസിഫൈ ചെയ്ത് വ്യവസ്ഥപ്പെടുത്തി, അതിൻ്റെ സ്വഭാവം ഒക്കെ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിൽ പെരുമാൾസ് ഓഫ് കേരള അതിൽ അപ്പൻഡിക്സായിട്ട് അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുവഴി അതോടൊപ്പം തന്നെ കേരള ചരിത്രത്തിന് ഇദ്ദേഹത്തിൻ്റെ പെരുമാൾ കാലഘട്ടത്തിന് ശേഷമുള്ള പഠനങ്ങൾക്കും 3 പിന്നെ സാഹിത്യപരമായിട്ടുള്ള മറ്റ് ചില അടിസ്ഥാനപരമായ ഉപദാന രൂപങ്ങൾ അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട്. അതൊന്ന് കേരളോൽപ്പത്തിയാണ്. നമുക്കറിയാം കേരളോൽപ്പത്തി ഒരു ഡോമിനൻ്റ് ടെക്സ്റ്റാണ് കേരളത്തെ സംബന്ധിച്ചോളം. കേരള ചരിത്രത്തിലും സമൂഹത്തിലൊക്കെ വളരെയേറെ സ്വാധീനം ചെലുത്തിയ ഒരു ടെക്സ്റ്റാണ് കേരളോൽപ്പത്തിയും പരശുരാമമിത്തും എന്ന് പറയുന്നത്. അപ്പോൾ ദീർഘകാലം ആധുനിക കാലത്തിന് മുന്നേ വരെ തന്നെ ഈ കേരളോൽപ്പത്തി ട്രഡീഷൻ തന്നെയായിരുന്നു ചരിത്രമായി പൊതുവെ മലയാളികൾ കണ്ടിരുന്നത്. അതിനുശേഷം ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലാണ് ഇതിനെ ഒരു ടെക്സ്റ്റായി കണ്ടെടുക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന മിഷണറിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെ കണ്ടെടുക്കുകയും ലോകനെ പോലുള്ള ആളുകളെ ഫെറാഗോ ഓഫ് ദ ലെജൻഡറി നോൺസെൻസ് എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കുകയും ചെയ്ത് ഒരു കൃതി. അപ്പോൾ പിന്നീട് വന്ന ചരിത്രകാരന്മാർ ഇതിനെ ഇളംകുളം കുഞ്ഞമ്പിള്ളയൊക്കെ അതിനെ നിശിതമായി വിമർശിക്കുകയും ഒക്കെ ചെയ്തു, മനസ്സിലായി. പക്ഷേ MGS ചെയ്യാൻ ശ്രമിക്കുന്നത് അതിനെ ഈ ചേര കാലഘട്ടത്തിലെ സമൂഹത്തെ, പ്രത്യേകിച്ച് ബ്രാഹ്മണരുടെ ആധിപത്യത്തെ, ക്ഷേത്രവ്യവസ്ഥയെ ഒക്കെ ഭരണകൂടത്തെ മനസ്സിലാക്കുവാൻ വേണ്ടിയുള്ള ഒരു ടെക്സ്റ്റായി അതിനെ ഹിസ്റ്റോറിസൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് MGS. കേരളോൽപ്പത്തി ട്രഡീഷനെ പൂർണ്ണമായി തള്ളിക്കളയല്ല, അതിൻ്റെ ഒരു ചരിത്ര പ്രാധാന്യത്തെ മനസ്സിലാക്കുകയും അതിനൊരു സോഴ്സായി, വേറെ രീതിയിലൊരു ഹിസ്റ്റോറിക്കൽ സോഴ്സായി ഡീകൺസ്ട്രക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മളൊരു ക്രിട്ടിക്കലായി സമീപിക്കുന്ന ഒരു രീതി ഉണ്ടായി. പിന്നീടത് കേശവമൂലത്താട്ടിനെ പോലെയുള്ള ചരിത്രകാരന്മാർ അതിനെ കുറച്ചുകൂടി ഹിസ്റ്റോറിയോഗ്രാഫിക്കലായി കേരളോൽപ്പത്തിയെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതാണ് ഒരു കാര്യം. മറ്റൊന്ന്, ചേര കാലഘട്ടത്തിലെ സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ ക്രമത്തെ ശാസനങ്ങളിലെല്ലാം പറയുന്നില്ല. ശാസനങ്ങൾ എന്ന് പറയുന്നത് വളരെ ഫ്രാഗ്മെൻറ്റഡ് ആയിട്ടുള്ള ചെറിയ ടെക്സ്റ്റുകളാണ്. ഏറ്റവും വലിയ ശാസനങ്ങൾ എന്ന് പറയുന്നത് തിരുവല്ല കോപ്പർ പ്ലേറ്റാണ്. പിന്നെ കൊല്ലൂർ മഠം പ്ലേറ്റ് പോലെയുള്ള ചില പ്ലേറ്റുകൾ മാത്രമേ അല്പം കുറച്ചുകൂടി വിപുലമായിട്ടുള്ള ടെക്സ്റ്റുകളുള്ളൂ. ബാക്കിയെല്ലാം ചെറിയ ഫ്രാഗ്മെൻറ്റഡ് ആയിട്ടുള്ള ശാസനങ്ങളാണ്. കല്ലിലുള്ളതാണെങ്കിലും ചെമ്പോലകളാണെങ്കിലും. അപ്പോൾ ഇതെന്ന് വെച്ചാൽ സാമൂഹിക ജീവിതത്തെയും സാമ്പത്തിക ക്രമത്തെയും ഒന്നും വിശദീകരിക്കുന്ന രേഖകളൊന്നുമില്ല. ചില തെളിവുകൾ, ചില സൂചനകളുണ്ട്. ആ സൂചനകൾ വെച്ച് ചരിത്രകാരന്മാർ അതിനെ കോണ്ടക്സ്റ്റലൈസ് ചെയ്യുകയും അതിനെ മറ്റ് തെളിവ് രൂപങ്ങളോടൊക്കെ ബന്ധപ്പെടുത്തി വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. അതിനെ വിശദീകരിക്കാൻ വേണ്ടി ശാസനങ്ങളോടൊപ്പം തന്നെ MGS ഉപയോഗിച്ചത് ഒന്ന് കേരളോൽപ്പത്തി, രണ്ടാമത് ഈ പറയുന്ന ഭാഷാ കൗടില്യം എന്ന് പറയുന്ന
അർത്ഥശാസ്ത്രത്തിൻ്റെ മധ്യകാല പ്രാചീന മലയാളത്തിലുള്ള വ്യാഖ്യാനമാണ് ഭാഷാകൗടില്യം. ഭാഷാകൗടില്യത്തിന് കേരളത്തിൻ്റെ ഈ പ്രാചീന മധ്യകാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ ക്രമത്തിനോടനുസൃതമായതിനെ വ്യാഖ്യാനിക്കുന്നതാണ് ചെയ്യുന്ന ആകൃതി. അതേതോ ഒരു പണ്ഡിതനാണ് അത് ആരാണെന്ന് കൃത്യമായി അറിയില്ല, അത് വ്യാഖ്യാനിച്ചാരാണെന്ന് അറിയില്ല, പക്ഷെ അത് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ആ വ്യാഖ്യാനത്തിൽ കേരളത്തിൻ്റെ അക്കാലത്തെ സാമൂഹ്യ സാമ്പത്തിക ക്രമത്തെ ഈ ചേര കാലഘട്ടത്തിലെ അല്ലെങ്കിൽ ഒരു 14-ാം നൂറ്റാണ്ട് വരെയുള്ള 800 AD മുതൽ 14-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക ക്രമത്തെ കേരളത്തിൽ വ്യാഖ്യാനിക്കുമ്പോൾ ചില സൂചനകൾ നൽകുന്നുണ്ട്. ആ സൂചനകൾ MGS ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചേര സ്റ്റേറ്റിൻ്റെ സ്വഭാവത്തെ, അതിൻ്റെ സമ്പദ്ക്രമത്തെ, അതിൻ്റെ ബ്രാഹ്മണരുടെയും മറ്റുൾപ്പെടെയുള്ള ഭൂവുടമാവകാശത്തെ, സാമൂഹ്യ ജീവിതത്തെ ഒക്കെ സൂചന നൽകുന്ന ഒരുപാട് തെളിവുകൾ ഈ പറയുന്ന ഭാഷാകൗടില്യത്തിലുണ്ട്. അത് ഉപയോഗിക്കുന്നുള്ളതാണ്. മറ്റൊന്നെന്ന് മൂഷിക വംശകാവ്യത്തെ അദ്ദേഹം വ്യാഖ്യാനിക്കുന്നതാണ് MGS. മൂഷക വംശകാവ്യം, മാരുടെ സ്റ്റേറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റെന്നോ അല്ലെങ്കിൽ അവിടുത്തെ നിന്ന സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ ക്രമത്തെ, മൂഷകന്മാരുടെ ഭരണത്തെയും ഈ മൂഷക വംശകാവ്യത്തെ മുൻനിർത്തി പഠിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു രീതിയുണ്ട്. ശാസന തെളിവുകളെ ഒക്കെ അടിസ്ഥാനപ്പെടുത്തി അദ്ദേഹം ഇതുമായി കൊറാബറേറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. പ്രത്യേകിച്ച് ഈ ഭാസ്കരവർമ്മൻ, കണ്ടൻകാരിവർമ്മൻ തുടങ്ങിയ 2 ആളുകളുടെ സമകാലികരാണെന്ന് അദ്ദേഹം സ്ഥാപിക്കുന്ന രീതിയൊക്കെ ഈ ശാസനത്തെയും സാഹിത്യ തെളിവിനെയും കൊറാബറേറ്റ് ചെയ്ത് റീഡ് ചെയ്യുന്ന ഒരു പ്രത്യേക ഒരു രീതിയാണ്. അത് നമുക്കൊരു ഇന്നത്തെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ ഒരു ടെക്സ്ച്വൽ അനാലിസിസ് എന്നൊക്കെ പറയുന്ന ഒരു രീതി പിന്തുടരുന്ന ഒരു സമീപനം നമുക്ക് കാണാവുന്നതാണ് MGSൻ്റെ രീതി. പിന്നീടാണ് അദ്ദേഹം പല രീതിയിലുള്ള പഠനങ്ങളും, പ്രത്യേകിച്ച് ഈ മധ്യകാല സമൂഹത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ, അതുപോലെ തന്നെ മൈസൂർ സുൽത്താൻമാർ കേരളത്തിലേക്ക് വരുന്ന സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ, കുഞ്ഞാലിമരക്കാരെ കുറിച്ചുള്ള പല രീതിയിലുണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഈ മധ്യകാല സമൂഹത്തിൽ ഉള്ള സാമൂഹ്യ സാംസ്കാരിക ബന്ധങ്ങളെ സ്ഥാനപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം ഉണ്ടാക്കിയൊരു കോൺസെപ്റ്റാണ് ഇവിടെ മാഷ് സൂചിപ്പിച്ച സാംസ്കാരിക സമന്വയം എന്നോ അല്ലെങ്കിൽ സാംസ്കാരിക സമന്വയം എന്ന് പറഞ്ഞാൽ കൾച്ചറൽ സിംബയോസിസ് എന്ന് പറയുന്ന സങ്കല്പം. കൾച്ചറൽ സിംബയോസിസ് എന്ന് പറയുന്നത് തരിസാപ്പള്ളി കോപ്പർ പ്ലേറ്റ്, ജൂത ശാസനങ്ങൾ, അതുപോലെ തന്നെ മറ്റ് അറബികളുടെ കേരളത്തിലേക്കുള്ള വരവ്, പിന്നെ ചൈനക്കാർ വരുന്നത്, അതുപോലെ തന്നെ നമ്മളിന്നിപ്പോൾ പശ്ചിമേഷ്യ പ്രദേശങ്ങളിൽ നിന്ന് ജൂതന്മാരോടും ഒപ്പം വന്ന ഒരുപാട് മുസ്ലിങ്ങളുണ്ട്, അറബികളുണ്ട്, അപ്പോൾ പശ്ചിമേഷ്യക്കാർ, ചൈനക്കാർ, അറബികൾ എന്ന് വേണ്ട പല സമൂഹങ്ങളും കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കച്ചവടക്കാരായി വന്നിട്ടുണ്ട്, മത പ്രചരണത്തിനായി വന്നിട്ടുണ്ട്, മറ്റ് സാംസ്കാരിക സാമൂഹ്യ വിനിമയങ്ങളായി ഏർപ്പെടുന്ന പല മനുഷ്യരുണ്ട്. അപ്പോൾ കേരളം എന്ന് പറയുന്നത് ഒരു ദക്ഷിണേഷ്യയുടെ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ദക്ഷിണ ഏഷ്യയുടെ ഈ കടലിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു ഭൂപ്രദേശം എന്ന നിലയിൽ ഒരു ഗ്ലോബലായിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ഇന്ത്യൻ ഓഷൻ, അറബി കടൽ, പശ്ചിമേഷ്യ പ്രദേശങ്ങളിൽ നിന്ന് മനുഷ്യർ പല കാലഘട്ടങ്ങളിൽ, പ്രാചീന കാലഘട്ടത്തിൽ ഗ്രീക്കോ റോമൻകാരായിട്ടും, പ്രാചീന മധ്യകാലഘട്ടത്തിൽ ജൂതന്മാരായി, അറബികളായി, ക്രിസ്ത്യാനികളായി, കച്ചവടക്കാരായി, വിശ്വാസ സമൂഹങ്ങളായി, ചൈനക്കാരായി, മറ്റ് പല പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ടും എത്തിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ വന്ന് കുടിപാർക്കുകയും സെറ്റിൽ ആവുകയും അവരുടെ ആശയങ്ങൾ, ഭാഷ, സംസ്കാരം, അവർ കൊണ്ടുവന്ന പല രീതിയിലുള്ള ഭക്ഷണക്രമങ്ങൾ, അവർ കൊണ്ടുവന്ന സാങ്കേതിക വിദ്യകൾ, അറിവുകൾ, മറ്റ് പല രൂപങ്ങൾ, ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ ആർട്ടിഫാക്ട്സ് എന്ന് പറയും, ഇതൊക്കെ കേരളത്തിൽ പ്രചരിപ്പിക്കുകയും കേരളീയ സമൂഹം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതെല്ലാം കൂടി ചേർന്ന ഒരു സമൂഹമാണ്. മനസ്സിലായി? അപ്പോൾ അങ്ങനെ വരുമ്പോൾ കേരളീയ സമൂഹം ഒരു കോസ്മോപൊളിറ്റൻ സ്വഭാവമുള്ള ഒരു കൾച്ചറലായിട്ടുള്ള സാംസ്കാരികമായി സമന്വയിക്കുന്ന ഒരു വളരെ നമ്മൾ ഇന്ന് പറയാറില്ല, ഒരു മൾട്ടി കൾച്ചറൽ സൊസൈറ്റിയാണെന്നും അതൊരു ബഹുസ്വര സമൂഹമാണ് എന്ന് സ്ഥാപിക്കുക വഴി ഒക്കെ പൊതുവെ നമ്മുടെ നമ്മളൊക്കെ പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഒരു ബഹുസ്വര സമൂഹത്തിൻ്റെ മൾട്ടിപ്പിൾ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ബഹുസ്വര സമൂഹമാണ്. ഭാഷ, സാമൂഹിക, സാമുദായിക, മതവിശ്വാസ സമൂഹങ്ങളുടെ സമന്വയം കൂടിയുള്ള ഒരു സാംസ്കാരിക വൈവിധ്യമുള്ള ഒരു സമൂഹമാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശം, ഇന്ത്യ ഉപഭൂഖണ്ഡ ഭൂപ്രദേശം. അതിലേറ്റവും കൂടുതൽ പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ടും
ഏഷ്യയിലെ മറ്റ് ഭൂപ്രദേശങ്ങളുമായി ഏറ്റവും കൂടുതൽ തുറന്ന കടലുള്ള ഒരു പ്രദേശം എന്ന രീതിയിൽ മറ്റ് മനുഷ്യ സമൂഹങ്ങളുമായി ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ഒരു പ്രദേശം എന്ന രീതിയിൽ കേരളത്തിൻ്റെ സാംസ്കാരിക സമന്വയത്തെ ചരിത്രപരമായി ഈ സങ്കല്പം കൊണ്ട്, ഈ കൾച്ചറൽ സിംബയോസിസ് എന്ന് പറയുന്ന സങ്കല്പം കൊണ്ട് MG സ്ഥാനപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അപ്പോൾ ഏതായാലും എൻ്റെ സംഭാഷണം ഞാൻ കൺക്ലൂഡ് ചെയ്യാം. പറയുകയാണിങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ എൻ്റെ രണ്ടാമത്തെ സെഗ്മെൻറ്റ് ഓഫ് ദ ടൈറ്റിൽ അതുകൊണ്ടോട് നീതി പുലർത്തണമല്ലോ. അപ്പോൾ അതുകൊണ്ടും പറയും MG ഒരു പബ്ലിക് ഇൻ്റലക്ച്വൽ എന്ന രീതിയിൽ ഒരു ചരിത്രകാരൻ ഒരു പബ്ലിക് ഇൻ്റലക്ച്വൽ ആവുക. എനിബഡി ക്യാൻ ബി എ പബ്ലിക് ഇൻ്റലക്ച്വൽ. സമൂഹത്തിൽ ഇടപെടുന്ന എല്ലാ മനുഷ്യരും സമൂഹവുമായി ബൗദ്ധികമായി, വൈജ്ഞാനികമായി, രാഷ്ട്രീയമായി സംവദിക്കുന്നവരാണ് മനുഷ്യർ. അപ്പോൾ എന്താണ് ഒരു പബ്ലിക് ഇൻ്റലക്ച്വൽ എന്ന് പറഞ്ഞാൽ? എന്തായിരിക്കണം ഒരു പബ്ലിക് ഇൻ്റലക്ച്വൽ പൊസിഷൻ എന്തായിരിക്കണം എന്ന് പറഞ്ഞാൽ, ഇന്ത്യൻ അവസ്ഥയിൽ, ഇന്നത്തെ സമകാലീനമായ ഇന്ത്യൻ അവസ്ഥയിൽ വെച്ച് പരിശോധിക്കുമ്പോൾ നമ്മുടെ ഒരു ജനാധിപത്യ സമൂഹവും ഒരു ഭരണഘടനാ ജനാധിപത്യം നടക്കുന്ന ഒരു സമൂഹമാണ്. നമുക്ക് ബേസിക്കലി ചില കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് ഉണ്ട് അല്ലേ? സെക്കുലറിസം, ഡെമോക്രസി, ഫ്രറ്റേണിറ്റി, ഇക്വാളിറ്റി, ഇൻക്ലൂസീവ്നെസ് എന്നൊക്കെ പറയുന്ന ചില മൂല്യങ്ങളിലാണ് നമ്മുടെ ഭരണഘടന നിലനിൽക്കുന്നത്. പൗരത്വ സങ്കല്പങ്ങൾ, തുല്യ പൗരത്വ സങ്കല്പം. അപ്പോൾ ഇതിനെ സംരക്ഷിക്കുക എന്നുള്ളത്, ഇതിൻ്റെ വാല്യൂസിനെ പ്രചരിപ്പിക്കുകയും ഇതിനെ സംരക്ഷിക്കുകയും സമൂഹത്തിൽ ഇത് നിലനിർത്താൻ വേണ്ടി സമൂഹത്തിൽ ഇറങ്ങി പണിയെടുക്കുന്ന എനിബഡി ക്യാൻ ബി എ പബ്ലിക് ഇൻ്റലക്ച്വൽ. അല്ലാണ്ട് പബ്ലിക് ഇൻ്റലക്ച്വൽ എന്ന് പറയുന്നതും ഇങ്ങനെ ഒരു ഗിവൺ ആയിട്ടുള്ള നൂല് കെട്ടിയിറക്കുന്ന ആളുകളൊന്നും അല്ല. ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ആളുകൾ ഒരു പബ്ലിക് ഇൻ്റലക്ച്വൽ ആയപ്പോഴൊന്നുമില്ല. നമ്മുടെ ഭരണഘടനാ ജനാധിപത്യവും നമ്മുടെ അടിസ്ഥാനപരമായ ഹ്യൂമൻ വാല്യൂസ് എപ്പോഴാണോ അതിനു വേണ്ടി നിലനിൽക്കുന്ന ആളുകളാണ്. അതിനുവേണ്ടി സമൂഹത്തിൽ തൻ്റെ വൈജ്ഞാനികത, അയാൾ ചരിത്രകാരനാണെങ്കിൽ ചരിത്രം എന്ന് പറയുന്ന വിജ്ഞാനത്തിൻ്റെ ആ നിലപാടിൽ നിന്നുകൊണ്ട് ഈ ഒരു ബഹുസ്വര സമൂഹത്തെയും ജനാധിപത്യ സമൂഹത്തെയും അടിസ്ഥാനപരമായി ഭരണഘടനാ മൂല്യങ്ങളെയും അടിസ്ഥാനപരമായി നമ്മുടെ ധാർമ്മിക മൂല്യങ്ങളെയും നിലനിർത്താൻ വേണ്ടി സമൂഹത്തിൽ സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ആളാണ് യഥാർത്ഥത്തിൽ ഒരു പബ്ലിക് ഇൻ്റലക്ച്വൽ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ രീതിയിൽ MGS ചില കാര്യങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ പുള്ളി ചെയ്യാറുണ്ട്. ഇടയ്ക്ക് ചെയ്യാറെന്ന് വെച്ചാൽ പൊതു അഭിപ്രായങ്ങൾ അവിടെ ഇടപെടും. അത് ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കും. ബേസിക്കലി ഹി വാസ് എ ലിബറൽ ഡെമോക്രാറ്റിക് പേഴ്സൺ. ഒരു ലിബറൽ ഡെമോക്രാറ്റിക് ആണ് അദ്ദേഹം. ഒരു സോഷ്യലിസ്റ്റോ അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന കമ്മ്യൂണിസ്റ്റോ അദ്ദേഹം ഒരു വലതുപക്ഷവാദിയോ ഒന്നുമല്ല. അടിസ്ഥാനപരമായി അദ്ദേഹം ഒരു സോഷ്യലിസത്തോടൊക്കെ താല്പര്യമുണ്ടെങ്കിൽ പോലും അദ്ദേഹം സോവിയറ്റ് യൂണിയൻ മോഡലിലുള്ള ഒരു ഭരണകൂടത്തെയോ സോഷ്യലിസ്റ്റ് രീതിയിലുള്ള സ്റ്റേറ്റിനോ അദ്ദേഹം കാലത്ത് അദ്ദേഹം എതിരായിരുന്നു. കാരണം അതിൻ്റെ ഒരു സമഗ്രാധിപത്യ സ്വഭാവത്തോട്, അതുപോലെ തന്നെ ഒരു ഏത് രീതിയിലുള്ള സമഗ്രാധിപത്യ വ്യവസ്ഥയോടും അദ്ദേഹം കലഹിച്ചിട്ടുണ്ട്. ജനാധിപത്യവാദി എന്ന രീതിയിൽ അതൊരു ജനാധിപത്യവാദിയായിരുന്നു. ഒരു ലിബറൽ ഹിസ്റ്റോറിയനാണ്. MGS നമുക്കൊരു നമ്മൾ പറയുന്ന ഒരു മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയനായിട്ടോ അല്ലെങ്കിൽ വേറെ വലതുപക്ഷ ചരിത്രകാരനായിട്ടൊന്നും സ്ഥാനപ്പെടുത്താൻ പറ്റത്തില്ല. അതേ ഒരു ലിബറൽ ഹിസ്റ്റോറിയനാണ്. ലിബറൽ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചരിത്രത്തെയും ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും സംവദിക്കുന്ന ഒരു രീതിയാണ്. ഭൂതകാലത്തോട് സംവദിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ പൊതുവായിട്ടുള്ള രാഷ്ട്രീയ സംവാദങ്ങളിൽ, സാമൂഹികമായ ചില കാര്യങ്ങളിലൊക്കെ അദ്ദേഹം ഇടപെടുകയും അതിനോട് നിലപാടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് രാഷ്ട്രീയ കാര്യങ്ങൾ. സമൂഹത്തിലൊരു ജനാധിപത്യ സമൂഹമാവണമെന്നും നമുക്കൊരു ഭരണഘടനാ മൂല്യങ്ങളിലൂടെ നിലനിൽക്കണമെന്നും സമൂഹത്തിൽ വളർന്നു വരുന്ന ഏകാധിപത്യപരമായ രാഷ്ട്രീയമാവട്ടെ മറ്റേതെങ്കിലും വ്യവസ്ഥയാവട്ടെ അതിനവിടെ അദ്ദേഹം അതുമായി കലഹിക്കുകയും, ഇവിടെ സെബാസ്റ്റ്യൻ മാഷ് സൂചിപ്പിച്ചതുപോലെ അത്യന്തികമായൊരു മനുഷ്യസ്നേഹിയായിരിക്കുക എന്നുള്ള അടിസ്ഥാന നിലപാടിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം പൊതുവെ സാമൂഹ്യ പ്രശ്നങ്ങളിൽ, രാഷ്ട്രീയ പ്രശ്നങ്ങൾ അദ്ദേഹം അഭിപ്രായം പറയും, ഇടപെടുകയും ചെയ്തിട്ടുള്ളതെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ രീതിയിൽ ഒരു പബ്ലിക് ഇൻ്റലക്ച്വൽ എന്ന രീതിയിൽ, ഒരു ചരിത്രകാരൻ എന്ന രീതിയിലും നമ്മുടെ കാലത്തോട് സംവദിച്ച ഒരു ഒരു ചരിത്രകാരനാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രപരമായിട്ടുള്ള വിശകലന രീതി, ശാസ്ത്രീയമായിട്ടുള്ള വിശകലന രീതി, എംപിരിക്കലായിട്ടുള്ള അതിൻ്റെ രീതിശാസ്ത്രമായ അടിത്തറ, ചരിത്രത്തിൻ്റെ ചില ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ഹിസ്റ്ററിക്ക് ഒരു പ്രോട്ടോകോൾ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് രീതിയിൽ നിങ്ങൾക്ക് ചരിത്രത്തെ സമീപിക്കാം. പക്ഷേ നമ്മൾ അതിൻ്റെ ഒരു വസ്തുനിഷ്ഠതയും അതിൻ്റെ ഒരു മെത്തഡോളജിക്കലായിട്ടുള്ള രീതിശാസ്ത്രപരമായ അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ പ്രോട്ടോകോളിലും അതിൻ്റെ പെർസ്പെക്റ്റീവിലായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റത്തില്ല. ചരിത്രത്തെ സംബന്ധിച്ചോളം ചരിത്രപരമായ രീതിശാസ്ത്രപരമായ കാര്യം, തെളിവുകളെ സമീപിക്കുന്നത് നമുക്ക് ഏത് തെളിവ് നമുക്ക് ഉപയോഗിക്കാം. പുതിയ പുതിയ തെളിവുകൾ കണ്ടെത്തിക്കൊണ്ടാണ് ചരിത്രശാസ്ത്രം വളരുന്നത്. പക്ഷേ ആ തെളിവുകളെ സമീപിക്കുന്ന രീതിയും വ്യാഖ്യാനിക്കുന്ന രീതിയിലും ശാസ്ത്രീയമായ സംഭവം ഉണ്ടാവണം. മനസ്സിലായോ? അതൊരു എംപിരിസിസം അല്ല ഞാൻ പറയുന്നത്.
എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിൽ MGS എപ്പോഴും ഒരു കൃത്യത പുലർത്തിയിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ MGS രൂപപ്പെടുത്തിയ MGS സ്കൂൾ എന്ന് പറയുന്ന പലരും പറയാറുള്ള ആ ഒരു ട്രഡീഷൻ രൂപപ്പെടുത്തിയ ഒരു വസ്തുനിഷ്ഠ ചരിത്രത്തിൻ്റെ ശാസ്ത്രീയ ചരിത്ര രചനയുടെ ഒരു ജനാധിപത്യപരമായിട്ടുള്ള ലിബറലായിട്ടുള്ള ചരിത്രത്തെ സമീപിക്കുന്ന കാഴ്ചപ്പാട് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രാധാന്യപ്പെട്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ വാട്ട് ഈസ് ദ നീഡ് ഫോർ ഗോയിങ് ബിയോണ്ട് MGS? നമ്മളൊരു ചരിത്രകാരനെ സ്ഥാനപ്പെടുത്തുന്നത് ആ ചരിത്രകാരൻ രൂപപ്പെട്ടു വന്ന ഒരു കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിലെ ചരിത്ര വിജ്ഞാനത്തിൻ്റെ പൊതുവായിട്ടുള്ള രീതിശാസ്ത്രം, കാഴ്ചപ്പാട് എന്നുള്ളതാണ്. അപ്പോൾ MGS നിലനിർത്തിയ അല്ലെങ്കിൽ MGS രൂപപ്പെടുത്തിയ ചരിത്രശാസ്ത്ര സമീപനങ്ങളും വ്യാഖ്യാനങ്ങളും കാഴ്ചപ്പാടും ഇന്നൊരു ഡോമിനൻ്റ് ഹിസ്റ്റോറിയോഗ്രാഫിയാണ്. ആണത് ചരിത്രത്തിൽ നിലനിൽക്കുന്ന ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ള, കാരണം അത് ഭരണകൂട സമൂഹത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ചേരാ സ്റ്റേറ്റ്, അതിൻ്റെ നേച്ചർ ആൻഡ് സ്ട്രക്ചർ തുടങ്ങിയ കാര്യങ്ങളാണ്. ആ സമൂഹത്തിലുള്ള ആ സ്റ്റേറ്റിൻ്റെ ഭരണകൂടത്തിൽ നിലനിൽക്കുന്ന അധികാരി സമൂഹങ്ങളെയാണ് അദ്ദേഹം ഫോക്കസ് ചെയ്തത്. ബ്രാഹ്മണർ, നാടുവാഴികൾ, ചേരാപ്പെരുമാക്കന്മാർ, അതിൽ നിന്ന് കൂടി നിൽക്കുന്ന ഭരണകൂടത്തിൻ്റെ പാരറ്റസ് പല സംഭവങ്ങളാണ്. അതിൽ പണിയെടുക്കുന്നവർ, കർഷകർ, അടിമകളാക്കപ്പെട്ടവർ, സ്ത്രീകൾ, തൊഴിലെടുക്കുന്നവർ, ഇതൊന്നും MGSൻ്റെ ചരിത്രത്തിൽ കണ്ടെത്താൻ കാര്യമായി നിങ്ങൾക്ക് അദ്ദേഹം വിശകലനം ചെയ്തിട്ടില്ല, അന്വേഷിച്ചിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശമോ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യവുമായിരുന്നില്ല. സ്ത്രീകളെ, അടിയാളർ സമൂഹങ്ങൾ, അടിമകളാക്കപ്പെട്ടവർ, കർഷകർ, തൊഴിൽ സമൂഹങ്ങൾ, കൈവേലക്കാർ, ഈ മണ്ണിൽ പണിയെടുക്കുന്ന ആൾ, ഈ കോസ്റ്റൽ സമൂഹങ്ങൾ ഇല്ലേ, മീൻ പിടിക്കുന്ന മനുഷ്യർ, കാട്ടിൽ താമസിക്കുന്ന ആളുകൾ, കൈവേലക്കാർ, ഇങ്ങനെയുള്ള ബഹുഭൂരിപക്ഷം മനുഷ്യരൊന്നും MGSൻ്റെ പെരുമാൾ ഓഫ് കേരളയിൽ ഇല്ല. പെരുമാൾസ് ഓഫ് കേരള എന്ന പുസ്തകത്തിൽ കണ്ടെത്താൻ പറ്റത്തില്ല. സ്ത്രീകളില്ല, അതിൽ അടിമകളില്ല, കർഷകരില്ല. ഒരു സൂചനയുണ്ട്, പണിയെടുക്കാൻ കുടികളുണ്ടായിരുന്നു, അടിമകളുണ്ടായിരുന്നു ഉള്ള സൂചനകളൊക്കെ പറയുന്നല്ലാതെ അവരെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവരെവിടെയായിരുന്നു, അവർക്ക് പ്രാധാന്യം എന്താണ് ചരിത്രത്തിൽ എന്ന് കാണുന്ന ഒരു ചരിത്ര സമീപനമല്ല MGSഉം അദ്ദേഹത്തിൻ്റെ സ്കൂളും നിർമ്മിച്ചത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട സമകാലികമായ ചരിത്രശാസ്ത്രത്തിൻ്റെ ഒരു പരിമിതി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് MGSൻ്റെ പാരഡൈമിനെ, MGSൻ്റെ ഇറയെ, MGSൻ്റെ സ്കൂളിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അത് MGS ഉൾപ്പെടെയുള്ള ആളുകൾ ഉൽപ്പാദിപ്പിച്ച ചരിത്ര വിജ്ഞാനത്തെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടും നിശ്ചിതമായി ക്രിട്ടിക്കലായി എൻഗേജ് കൊണ്ടും മാത്രമേ സാധ്യമാവുള്ളൂ, അല്ലേ? എന്ന് വെച്ച് MGSൻ്റെ പഠനങ്ങളെയും കോൺട്രിബ്യൂഷനും തള്ളിക്കളഞ്ഞുകൊണ്ടല്ല, അതിനെ സ്വീകരിച്ചുകൊണ്ട് തന്നെ ഇതിനെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ്. അപ്പം ചരിത്രം എന്ന് പറയുന്നത് നിരന്തരമായി ഇങ്ങനെ ക്യുമുലേറ്റീവായ രീതിയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട് വിപുലീകരിക്കപ്പെട്ടുകൊണ്ട് സമൂഹത്തെ കൂടുതൽ ജനാധിപത്യവൽക്കരിക്കുന്ന ഒരു വിജ്ഞാനമായി മാറണം. ആ ജനാധിപത്യപരമായ സ്വഭാവമുള്ളൊരു വിജ്ഞാനമാവണമെങ്കിൽ ചരിത്ര നിർമ്മിതിയിലും, ചരിത്രം എന്ന് പറയുന്ന വിജ്ഞാനം നിർമ്മിക്കുന്ന പ്രക്രിയയിലും ആ ചരിത്ര വിജ്ഞാനത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയങ്ങളിൽ ജനാധിപത്യപരമാകണം, എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളണം. അങ്ങനെ വരുമ്പോഴാണ് നമുക്കൊരു ഉൾക്കൊള്ളൽ ചരിത്രം ആവശ്യമായി വരുന്നത്. വാട്ട് വി നീഡ് ഈസ് എൻ ഇൻക്ലൂസീവ് ഹിസ്റ്ററി. ഇൻക്ലൂസീവ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളൽ ചരിത്രമാണ് വേണ്ടത്. കാടും കടലും ഇല്ലാത്ത ചരിത്രമാണ് കൂടുതലും കേരളത്തിൽ. ആദിവാസികളും ദളിതരും മത്സ്യത്തൊഴിലാളികളും സ്ത്രീകളും ഇല്ലാത്ത ചരിത്രമാണ് കൂടുതലും കേരളത്തിൽ. ഇപ്പോൾ ആ നിലയ്ക്കുള്ള പഠനങ്ങളും ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഇൻക്ലൂസീവായിട്ടുള്ള, ഡെമോക്രാറ്റിക് ആയിട്ടുള്ള, ഒരു ഇഗാലിറ്റേറിയൻ ആയിട്ടുള്ള സ്വഭാവമുള്ള ഇഗാലിറ്റേറിയൻ, ഇൻക്ലൂസീവ്, ഡെമോക്രാറ്റിക് ഹിസ്റ്ററി എല്ലാ മനുഷ്യരെയും, എല്ലാ ഇടങ്ങളെയും, കാടും കടലും ഇടനാടും കേരളത്തിൻ്റെ ഈ ജലാശയങ്ങളും ഈ അവിടെ താമസിക്കുന്നു, കുടിയെടുക്കുന്നു, പണിയെടുക്കുന്നു എല്ലാ മനുഷ്യരും ഉൾക്കൊള്ളുന്ന, അവരെ ഉൾക്കൊള്ളുന്ന ഒരു വിജ്ഞാനമായിട്ട് നമുക്ക് കേരള ചരിത്രത്തെ വികസിക്കുമ്പോഴാണ് ഈ ചരിത്രം മനുഷ്യരോട് നീതി ചെയ്യുന്ന ഒരു ചരിത്രവും ചരിത്രശാസ്ത്രവും ചരിത്ര വിജ്ഞാനമായി മാറുകയുള്ളൂ. അപ്പോൾ MGSനെ അനുസ്മരിക്കുന്ന, അല്ലെങ്കിൽ ഏതൊരു ചരിത്രകാരനെ അനുസ്മരിക്കുന്ന ഏതൊരു പ്രക്രിയയും, ഏതൊരു അന്വേഷണവും, അല്ലെങ്കിൽ ഏതൊരു എൻഗേജ്മെൻറ്റും ആ നിലവിലുള്ള ചരിത്രത്തിൻ്റെ പരിമിതികളെയും ആ ചരിത്രം ഉൽപ്പാദിപ്പിച്ച ഗുണപരമായ വശങ്ങളെയും സ്വീകരിക്കുകയും അതിൻ്റെ പരിമിതികളെ തുറന്നാണിക്കുകയും അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചരിത്രത്തെ കൂടുതൽ ഉൾക്കൊള്ളൽ സ്വഭാവമുള്ള ഒരു ജനാധിപത്യ രീതിയിലുള്ള ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സിലൂടെയാണ് നമ്മുടെ നോളജ് പ്രൊഡക്ഷൻ മസ്റ്റ് ബി ഓർ ഷുഡ് ബി ഡെമോക്രാറ്റിക് ആൻഡ് ഇഗാലിറ്റേറിയൻ ആൻഡ് ഇൻക്ലൂസീവ്. അങ്ങനെ ആക്കുന്ന ഒരു പ്രക്രിയയിലൂടെ ആണ് നമുക്ക് യഥാർത്ഥത്തിൽ MGSൻ്റെ ലെഗസിയെ നമുക്ക് മുന്നോട്ടെടുക്കാൻ കഴിയൂ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും എന്നെ ശ്രവിച്ച ക്ഷമ കാണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.